Okay. One second. Yes. Thank you. അപ്പോ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഒരുപാട് കാലത്തിന് ശേഷമാണ് നമ്മൾ ലൈവ് ക്ലാസ്സിലേക്ക് വരുന്നത്. ഞാനിപ്പോ ഈ ഒരു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന്റെ ഒരു ചാപ്റ്റർ ലൈവ് വയ്ക്കാണ്ടായ പ്രധാന കാരണം എന്ന് പറയുന്നത്, ഒരുപാട് പേര് GST ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഒരു നൈറ്റ് മെയർ ആണ്, ഒന്നും മനസ്സിലായിട്ടില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് പഠിക്കാനെന്നൊക്കെ പറഞ്ഞു. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റും എക്സംഷൻസ് ചാപ്റ്ററും ആണ് ഒരുപാട് പേര് എന്നെ അറിയിച്ചത്. ഞാൻ വിചാരിച്ചു ഏതായാലും എക്സാം എടുക്കാൻ പോവല്ലേ, ഒന്നുകൂടി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റും പോസിബിൾ ആവുകയാണെങ്കിൽ എക്സംഷൻസിന്റെ ചാപ്റ്ററും ഒരു ലൈവ് പോവാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇപ്പൊ എടുത്തത്. അപ്പോ നമ്മള് 2 ദിവസം കൊണ്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എൻറ്റയർ ചാപ്റ്റർ തീർക്കാനാണ് പ്ലാന്. സെക്ഷൻ 16, 17 ആൻഡ് 18 ആണ് നമ്മുടെ അജണ്ടയിലുള്ള കവറേജിലുള്ളത്. അപ്പോ നമ്മുടെ സെഷന്റെ ഒരു സ്ഥിരം സ്റ്റൈൽ എല്ലാവർക്കും അറിയാം, അതേപോലെ തന്നെയാണ് സെഷൻ പോകുന്നത്. നിങ്ങൾക്ക് ഞാൻ തുടങ്ങുന്നതിന്റെ മുന്നേ ഒരു ഗ്യാരണ്ടി തരാം, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ നമ്മൾ മാക്സിമം പോസിബിൾ മെത്തേഡിൽ ബ്രേക്ക് ഡൗൺ ചെയ്യും. സത്യം പറഞ്ഞാൽ അതിനെ നമ്മളൊരു വളരെ എന്താ പറയാ, വളരെ ഈസി ആയ ഒരു ചാപ്റ്ററിലാക്കിയിട്ട് നമ്മൾ മാറ്റും. ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അല്ലെങ്കിൽ GST കുറിച്ച് എനിക്ക് ആദ്യൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ IPCC സിലബസിൽ ഇത് 40 മാർക്കിന് ഉള്ളെങ്കിൽ കൂടെ നിങ്ങൾ ഇനിയിപ്പോ ആർട്ടിക്കിൾഷിപ്പ് ലൈഫിലേക്ക് ചെന്നാലും അല്ലെങ്കിൽ പ്രൊഫഷണൽ വേൾഡിലേക്ക് ഇറങ്ങിയാലും ഒരു ഡെയിലി ബേസിസിൽ നിങ്ങൾക്ക് ആവശ്യം വരുന്ന ഒരു കാര്യമാണ് GST, നമുക്കറിയാം. മാത്രമല്ല ഫൈനലിലേക്ക് നമുക്ക് ചെല്ലുമ്പോൾ 100 മാർക്കിന് ആവശ്യമുണ്ട്. അപ്പോൾ IPCC ലെവലിൽ 40 മാർക്കിനേ ഉള്ളൂ എന്നുള്ളൊരു സീരിയസ്നെസ്സോട് കൂടിയിട്ട് നമ്മൾ ഈ സബ്ജക്റ്റിനെ കണ്ടാൽ പോരാ എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മള് ഡയറക്ട്ലി ചാപ്റ്ററിലേക്ക് കിടക്കാം. ഏകദേശം നമ്മുടെ സ്ഥിരം സ്ട്രെങ്ത്തിന്റെ അടുത്ത ആൾക്കാർ എത്തിയിട്ടുണ്ട്. നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഞാനൊരു സ്ക്രീൻ ഷെയർ ചെയ്യാം. ഡൗട്ടുകളുടെ കേസ് എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങനെ ഒരു 10-15 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് ചാറ്റിൽ വന്ന ഡൗട്ടുകളൊക്കെ ചോദിക്കാം എന്നുള്ളൊരു ഇന്റൻഷനിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയാണ്, നിങ്ങൾക്ക് എപ്പോഴാണോ ഡൗട്ട് തോന്നുന്നത് ആ ടൈമിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ മെസ്സേജ് അയച്ചോളൂ. ആ ടോപ്പിക്കിന്റെ ഡിസ്കഷന് ശേഷം ഞാൻ ആ മെസ്സേജ് നോക്കിയിട്ട് ആ ഡൗട്ട് അഡ്രസ് ചെയ്യും. എല്ലാ ഡൗട്ടും, നിങ്ങൾക്ക് വരാവുന്ന എല്ലാ ഡൗട്ടുകളും അഡ്രസ് ചെയ്തിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് കിടക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തിൽ ഒരു പേടിയും പേടിക്കേണ്ട. ഏത് ഡൗട്ട് ഉണ്ടോ മാക്സിമം ബ്രെയിൻ സ്റ്റോമിങ് ഈ 2 മണിക്കൂറിൽ നടത്തിക്കോളൂ. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം എക്സ്ട്രീം നിങ്ങൾ ചിന്തിച്ചോളൂ. അതൊക്കെ നമ്മൾ ഇവിടെ ക്ലാരിഫൈ ചെയ്തു പോകും. ഓക്കെ, ഞാനൊരു സ്ക്രീൻ ഷെയർ ചെയ്യാം. സ്ക്രീൻ വിസിബിൾ ആണോ? ഓക്കെ, വിസിബിൾ ആണ്. ഫൈൻ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് തുടങ്ങുന്നതിന് മുന്നേ നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു ഹെൽപ്പ് വേണ്ടത്, ഒരു ബുക്ക് ഒരു പെന്നായിട്ടിരിക്കുക. ഓക്കെ, ഇത് നിങ്ങളെ കൊണ്ട് ഒന്നും എഴുതിപ്പിക്കാനോ നോട്ട് എഴുതിപ്പിക്കാനോ ഒന്നല്ല. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ചിത്രമൊക്കെ വരയ്ക്കാൻ പറയും. അപ്പൊ ആ ചിത്രം എന്റെ കൂടെ ഇരുന്ന് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഒറ്റയ്ക്ക് ഞാൻ വരച്ച എനിക്ക് ബോറടിക്കും. അപ്പോ നിങ്ങളെ കൂടി ആ ചിത്രങ്ങൾ ഇങ്ങനെ വരപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പറ്റുവാണെങ്കിൽ ഒരു പെന്നും ഒരു പേപ്പറും ആയിട്ട് ഇരിക്കുക. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ വരച്ചാലൊക്കെയാണ് ഈ ITC വളരെ അടിപൊളിയായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു പേനയും ഒരു പേപ്പറും എടുത്തിട്ടാണ് ഇരിക്കണെന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യണം. കേട്ടെ, നമുക്കറിയാം GST എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്ട് ടാക്സ് ആണ് അല്ലെ. വളരെ കാലങ്ങളായിട്ട് നമ്മളോട് പലരും പറഞ്ഞിട്ടും നമ്മൾ പലയിടത്തും വായിച്ചിട്ടും അറിഞ്ഞൊരു കാര്യമാണ്. GST എന്ന് പറയുന്നത് ഇൻഡയറക്ട് ടാക്സ് ആണ്. ഡയറക്ട് ടാക്സ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഉണ്ട് നമുക്ക് മനസ്സിലായി. ഡയറക്ട് ടാക്സിന്റെ അണ്ടറിൽ ഇൻകം ടാക്സ് വരുന്നു എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ എന്താണ് ഇൻകം ടാക്സ് അല്ലെങ്കിൽ ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സും തമ്മിലുള്ള മാറ്റം? ഇത് നമ്മൾ ഒരുപാട് കാലങ്ങളായി ഇങ്ങനെ കേട്ടുവരുന്ന ഒരു സംഭവമാണ്. ഡയറക്ട് ടാക്സിൽ ടാക്സ് ബർഡൻ ആ വ്യക്തിയുടെ മുകളിലായിരിക്കും. ഇൻഡയറക്ട് ടാക്സിൽ ടാക്സ് ബർഡൻ ആ വ്യക്തിക്ക് വേറൊരു വ്യക്തിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ വളരെ ചെറുപ്പം തൊട്ടേ പഠിച്ചു വന്നൊരു കാര്യം അല്ലെ. ശരി, ഈ ടാക്സ് ബർഡൻ ഷിഫ്റ്റ് ചെയ്യുന്നു, അതായത് ഇൻഡയറക്ട് ടാക്സസിൽ നമ്മളിപ്പോ ഇത് ഏതാ പഠിക്കണത്? GST ആണ് പഠിക്കണത്. GSTയിൽ ഒരു വ്യക്തി അയാളുടെ മുകളിലുള്ള ടാക്സ് ബർഡൻ വേറൊരാളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലായി. ഇത് എങ്ങനെയാണ് ഈ ഷിഫ്റ്റ് ചെയ്യണത്, അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യണത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ വരാം. ഇങ്ങോട്ടേ, അപ്പോ GSTയുടെ ബേസിക് സ്ട്രക്ചറിനെ കുറിച്ച് സംസാരിക്കാം. ഈ ടാക്സ് ബർഡൻ ഷിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഞാനൊരു
സപ്ലയർ എന്ന് പറഞ്ഞാലാണ് ഒരു സപ്ലൈ ചെയ്യുന്ന വ്യക്തി. ഒരു സപ്ലൈ ചെയ്യുന്ന വ്യക്തിക്ക് ജി എസ് ടിയുടെ അണ്ടറിൽ ടാക്സ് അല്ലെങ്കിൽ ജി എസ് ടി എന്ന പേരിൽ ഒരു കോസ്റ്റ് വരാൻ പാടില്ല, ഒരു ബർഡൻ വരാൻ പാടില്ല. അതെന്ത് ചെയ്യണം? സപ്ലയർ ആരാണോ സപ്ലയറുടെ കയ്യിൽ നിന്നും പ്രോഡക്റ്റ് വാങ്ങാൻ വരുന്നത് ആ വ്യക്തിയുടെ തലയിലേക്ക് ഇട്ട് കൊടുക്കണം എന്നാണ് ഇൻഡയറക്ട് ടാക്സിന്റെ ബേസിക് എലമെന്റ് വരുന്നത്. ഓക്കെ, അങ്ങനെയാണ് ആ ടാക്സ് ബർഡൻ ഷിഫ്റ്റ് ചെയ്യുന്ന കേസ് നടക്കുന്നത്. അതൊരു സപ്ലയർക്ക് ഇതൊരു രീതിയിലും കോസ്റ്റ് ആയിട്ട് വരരുത്. ജി എസ് ടി അടയ്ക്കുന്നുണ്ടെങ്കിൽ അത് റെസിപ്പിയന്റ് മാത്രമായിരിക്കണം എന്നാണ് ഇൻഡയറക്ട് ടാക്സിന്റെ ഒരു പോയിന്റ്. ഇനിയിപ്പോ നമ്മൾ നോക്കാൻ പോകുന്നത്, ശരി ഇൻഡയറക്ട് ടാക്സ് ആണിത്, ഇൻഡയറക്ട് ടാക്സിന്റെ അണ്ടറിൽ വരുന്നതാണ് ജി എസ് ടി. ഈ പറഞ്ഞ പോയിന്റിനോട് ജി എസ് ടി 100% നീതി പുലർത്തുന്നുണ്ടോ, അല്ലെങ്കിൽ ജി എസ് ടി ലോ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള പോയിന്റാണ് ഇനി നമ്മൾ അറിയേണ്ടത്, അല്ലെ? അതായത് സപ്ലയർക്ക് യാതൊരു രീതിയിലുള്ള കോസ്റ്റും വരാതിരിക്കുന്നുണ്ടോ, ജി എസ് ടി എന്ന് പറയുന്ന ചെലവ് എൻഡ് കസ്റ്റമർ, അതായത് ആ പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിക്കുന്ന അവസാന കസ്റ്റമർക്ക് മാത്രമാണോ വരുന്നേ എന്നുള്ള ചോദ്യമാണ് നമ്മൾ അറിയേണ്ടത്. ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കിരൺ എന്ന് പറയുന്ന വ്യക്തി ജോൺ എന്ന് പറയുന്ന വ്യക്തിക്ക് മൊബൈൽ ഫോൺ വിൽക്കുന്നുണ്ട്. അപ്പൊ കിരൺ ഒരു സപ്ലയർ ആണ് ഇവിടെ, അല്ലെ? ഇപ്പൊ മനുവിനെ നിങ്ങൾ നോക്കണ്ട. ഓക്കെ, കിരൺ ജോണിന് വിൽക്കുമ്പോൾ ജോൺ ആണ് റെസിപ്പിയന്റ്. റെസിപ്പിയന്റ് എന്ന് പറഞ്ഞാൽ മേടിക്കുന്ന ആള്, കിരൺ ആണ് സപ്ലയർ. ഇതിൽ കിരൺ വിൽക്കുന്നത് 10,000 രൂപയ്ക്കാണ്. പ്ലസ് ജി എസ് ടി 1,800 രൂപ മേടിക്കുന്നുണ്ട് ജോണിന്റെ കയ്യിൽ നിന്ന്. 18% ജി എസ് ടി ആ പ്രൊഡക്റ്റിന്റെ. അപ്പൊ കിരൺ മൊത്തം ജോണിന്റെ കയ്യിൽ നിന്ന് 11,800 രൂപ മേടിക്കുന്നുണ്ടെങ്കിലും ഇതിൽ 1,800 ഞാൻ എന്തിനാ റെഡ് കളറിൽ ഇട്ടേന്ന് വെച്ചാൽ ഈ 1,800 കിരണിന്റെ പൈസയല്ല. ഈ 1,800 ജോണിന്റെ കയ്യിൽ നിന്ന് മേടിച്ച് കിരൺ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കും, അതായത് ഗവൺമെന്റിലേക്ക് കൊടുക്കും. ഇതാണ് അവിടെ സംഭവിക്കുന്ന കാര്യം. ഇനി കിരൺ 1,800 രൂപ ഗവൺമെന്റിലേക്ക് കൊടുത്തു, ജോൺ ഈ സാധനം മേടിച്ചു. ജോൺ വേറൊരു ദിവസം ഇതേ മൊബൈൽ ഫോൺ മനു എന്ന് പറയുന്ന ആളിലേക്ക് വിൽക്കുകയാണ്. അപ്പൊ ജോൺ 10,000 രൂപയ്ക്കല്ല വിൽക്കുക, 15,000 രൂപയ്ക്കായിരിക്കും വിൽക്കുക. കാരണം ഒരു പ്രോഫിറ്റ് വേണ്ടേ ജോണിന്. ഓക്കെ, അങ്ങനെ 15,000 രൂപയ്ക്ക് വിൽക്കുമ്പോൾ ജോൺ അവിടെ ഒരു സപ്ലയർ ആയി മാറി. ഇത്ര നേരം റെസിപ്പിയന്റ് ആയിരുന്ന ജോൺ ഇപ്പൊ അവിടെ ഒരു സപ്ലയർ ആയി മാറി. അപ്പൊ ജോൺ എന്ത് ചെയ്യണം? ജോൺ മനുവിന്റെ കയ്യിൽ നിന്ന് ടാക്സ് മേടിക്കണം. ജോൺ മനുവിന്റെ കയ്യിൽ നിന്ന് മേടിച്ച ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് റെമിറ്റ് ചെയ്യണം, ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കണം. അപ്പൊ 15,000ന്റെ മുകളിൽ 18% ജോൺ ചാർജ് ചെയ്ത് മനുവിന്റെ കയ്യിൽ നിന്നും 2,700 രൂപ മേടിച്ചു. ഇതാണ് എന്റെ ചോദ്യം. മനുവിന്റെ കയ്യിൽ നിന്നും 2,700 രൂപ മേടിച്ച് ജോൺ ഗവൺമെന്റിലേക്ക് കൊടുക്കുന്നു. അപ്പൊ ആ ട്രാൻസാക്ഷനിൽ ആക്ച്വലി ജോണിന് ജി എസ് ടി എന്നുള്ള പേരിൽ ഒരു ചെലവുമില്ല. അതായത് ജോൺ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കുന്ന 2,700 രൂപ മനുവിന്റെ കയ്യിൽ നിന്നും വാങ്ങിയ 2,700 രൂപയാണ്. പക്ഷേ ഈ ചെയിനില് ജോൺ ഒരു സപ്ലയർ ആണ്. ഈ ചെയിനില് ജോണിന് മുൻപ് കിരണിന്റെ കയ്യിൽ നിന്നും പ്രോഡക്റ്റ് മേടിച്ചപ്പോൾ 1,800 രൂപ ചെലവ് വന്നു, അല്ലേ? ആ ചെലവിന്റെ പേരെന്താണ്? ജി എസ് ടി ആണ്, അല്ലെ? അപ്പോ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും, ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നില്ല. അതായത് സപ്ലയർക്ക് ജി എസ് ടി എന്ന് പറയുന്ന കോസ്റ്റ് വരരുത് എന്ന് ഇൻഡയറക്ട് ടാക്സിന്റെ ഫസ്റ്റ് പോയിന്റ് പറയുന്നുണ്ട്. ജി എസ് ടി ഒരു ഇൻഡയറക്ട് ടാക്സ് ആണ്. അപ്പൊ ഇവിടെ അത് മീറ്റ് ചെയ്യപ്പെടുന്നില്ല. അപ്പൊ അത് മീറ്റ് ചെയ്യണം, അത് മീറ്റ് ചെയ്യണം എന്ന് ഡിപ്പാർട്ട്മെന്റിന് ഒരു ആഗ്രഹം. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് എന്ത് പറഞ്ഞു? ഓക്കെ, ഇത് മീറ്റ് ചെയ്യാൻ ഒരു വഴിയുണ്ട്. 2,700 രൂപ മനുവിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ മേടിച്ച് എനിക്ക് തരും, ഗവൺമെന്റിന് തരും. അപ്പോ നിങ്ങള് കിരണിന്റെ കയ്യിൽ അന്ന് കൊടുത്ത, അതായത് ഈ സെയിം പ്രൊഡക്റ്റിന്റെ മുകളിൽ കിരണിന്റെ കയ്യിൽ അന്ന് കൊടുത്ത 1,800 രൂപ ഞങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു തരാമെന്ന് പറയുന്നു. 1,800 തിരിച്ച് ജോണിന്റെ കയ്യിൽ എത്തിയ പ്രശ്നം തീർന്നേ. അപ്പൊ എന്തായി? ജോണിന് ഈ ചെയിനിൽ ഒരു കോസ്റ്റും ഇല്ല, അല്ലെ? ജി എസ് ടി എന്ന് പറയുന്ന ഒരു ചെലവുമില്ല. പക്ഷേ ഡിപ്പാർട്ട്മെന്റിന് ഇത് ഡയറക്ട്ലി 1,800 ഓരോ ജോണുമാരുടെ കയ്യിലേക്കും കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ ഒരാളാണെങ്കിൽ, ഞാൻ ഒരു സപ്ലയർ ആണെങ്കിൽ എനിക്ക് തരാൻ പറ്റില്ല, അങ്ങനെ വേറെ ആൾക്ക് തരേണ്ടി വരും. അപ്പൊ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലെ? ഓരോരുത്തർക്കും കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് എന്ത് പറഞ്ഞു? അതിനൊരു അടിപൊളി വഴിയുണ്ട്. മനുവിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ 2,700 രൂപ മേടിച്ച് ഏതായാലും ഞങ്ങൾക്ക് തരും, അല്ലേ? ഗവൺമെന്റിന് തരും. ആ തരുന്ന ടൈമിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്തോ, നിങ്ങൾക്ക് കിട്ടാനുള്ള 1,800 രൂപ, അതായത് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നും ഞങ്ങളുടെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് കിട്ടാനുള്ള 1,800 രൂപ
കുറച്ചിട്ട് ബാക്കി തന്നാൽ മതി, പ്രശ്നം തീർന്നോ? ആ 1800 രൂപ കുറച്ച് ബാക്കി തന്നാൽ മതി. അപ്പൊ എന്തായി? ജോണിന് 1800 രൂപ തിരിച്ചു കിട്ടി ഇല്ലേ? അപ്പൊ ഇവിടെ 2700 അടയ്ക്കുന്നതിന് പകരം 2700 നിന്നും 1800 കുറച്ച് 900 രൂപ ജോൺ കൊടുത്താൽ മതി. 900 രൂപ ജോൺ കൊടുത്താൽ ജോണിന്റെ ലയബിലിറ്റി തീർന്നു. ഈവൺ ഇഫ് ഹി ഹാസ് കളക്ടഡ് 2700 rupees. ഈ ഒരു പ്രൊസീജിയറിനെ നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽ ചെയ്തു എന്ന് പറയും. ഇവിടെ എന്താണ് ജോണിന്റെ ഇൻപുട്ട്? ജോണിന്റെ ഇൻപുട്ട് ആയിരുന്നു മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. ആ ഇൻപുട്ടിന്റെ മുകളിൽ അടച്ച ടാക്സ് ജോൺ ക്രെഡിറ്റ് ആയിട്ട് എടുത്തു. അങ്ങനെയാണ് ആ പേര് വന്നത്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് എടുത്തു. ഇതിനെ നമ്മൾ ഷോർട്ട് ഫോം ആക്കിയിട്ട് ITC എന്ന് വിളിക്കും. ഇപ്പൊ എന്തായി? ഇൻഡയറക്ട് ടാക്സിൽ പറയുന്ന ആ പോയിന്റ് വളരെ എവിഡന്റ് ആയിട്ട് എല്ലാവർക്കും മനസ്സിലായി. അതായത് അത് നടക്കുന്നുണ്ട്, സംഭവിക്കുന്നുണ്ട്, സപ്ലയറുടെ കോസ്റ്റ് 0 ആക്കുന്ന രീതിയിൽ കാര്യങ്ങൾ വരുന്നുണ്ട് എന്ന് മനസ്സിലായി. അങ്ങനെ ഇൻഡയറക്ട് ടാക്സ് റെജീമിന്റെ ആ പോയിന്റ് സാറ്റിസ്ഫൈഡ് ആവുകയാണ്. ഇതാണ് ITC. ഇതിനെ നമ്മൾ ITC അവൈൽ ചെയ്തു എന്ന് പറയും. ഈ സെറ്റ് ഓഫിനെ, അതായത് 2700 നിന്നും 1800 കുറച്ച് ബാക്കി എമൗണ്ട് അടയ്ക്കുന്നതിനെ ITC യൂട്ടിലൈസ് ചെയ്തു എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇനി ITC എന്ന് ഞാൻ പറയുമ്പോൾ ഇനിയുള്ള എൻറ്റയർ സെഷനിൽ എന്റെ വായിൽ നിന്ന് വരാൻ പോകുന്ന ടെർമിനോളജി എന്ന് പറയുന്നത് ITC എന്നായിരിക്കും. അപ്പൊ ITC എന്നുള്ളൊരു ടെർമിനോളജി ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഓടേണ്ട സാധനം എന്ന് പറയുന്നത്, ഞാൻ പർച്ചേസ് ചെയ്യുന്നു, ആ പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ ഞാൻ ടാക്സ് കൊടുക്കുന്നു, എന്നിട്ട് ഞാൻ അതേ സാധനം വിൽക്കുമ്പോൾ ഞാൻ പർച്ചേസ് ചെയ്ത ടൈമിലത്തെ ടാക്സ് കുറച്ച് ബാക്കി എമൗണ്ട് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കുന്നു. ഈ എൻറ്റയർ സ്റ്റോറി നിങ്ങളുടെ ബ്രെയിനിൽ വരണം. ITC എന്നുള്ളൊരു ടെർമിനോളജി പറയുന്നു. അപ്പോൾ ITCയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ തന്നു. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഓക്കെ, ആർക്കും ഡൗട്ടുകളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. എന്താണ് ഇനി ITC എന്ന് പറയുന്ന, നിങ്ങളൊക്കെ പറഞ്ഞ നൈറ്റ് മെയർ എന്ന് പറഞ്ഞ ആ ചാപ്റ്റർ എന്താണ് പറയുന്നത് നോക്കാം. ITC എന്ന് പറയുന്ന ചാപ്റ്ററിൽ 3 സെക്ഷൻസ് ആണ് വരുന്നത്. സെക്ഷൻ 16, സെക്ഷൻ 17 ആൻഡ് സെക്ഷൻ 18 വിത്ത് റിലവന്റ് റൂൾസ്. നമുക്ക് IPCCയിൽ കുറെ റൂൾസ് ഒന്നും പഠിക്കാനില്ല, വളരെ കുറച്ച് റൂൾസേ പഠിക്കാനുള്ളൂ. പക്ഷേ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ മേജർ ഒരു ഏരിയയും കവർ ചെയ്യുന്നത് 2 റൂൾസ് ആണ്, റൂൾ 42, 43. ഇത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇത് അധികം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊന്നും എടുക്കില്ല. കാരണം അവർ പറഞ്ഞ് തള്ളാൻ പോകുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് IPCCക്ക് ഇത് റിലവന്റ് അല്ല എന്നാണ്. നമുക്ക് അങ്ങനെ ഒരു ഇറലവന്റ് ആയ ഒരു ഏരിയ ഇല്ല. അപ്പൊ ഇവിടെ നമ്മൾ അതൊക്കെ കവർ ചെയ്തു പോകും. എൻറ്റയർ ടെക്സ്റ്റ് ബുക്കിൽ ഈച്ച് ആൻഡ് എവരി ലൈൻ നമ്മൾ ഇവിടെ കവർ ചെയ്തു. അപ്പൊ സെക്ഷൻ 16ന്റെ ടൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. സെക്ഷൻ 16, 17, 18. സെക്ഷൻ 16ന്റെ ടൈറ്റിൽ എന്താ പറയണെന്ന് നോക്കാം. ഒരു ആക്ട് ബുക്കിൽ സെക്ഷൻ 16 വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ടൈറ്റിൽ എന്ന് പറയുന്നത് ഇതായിരിക്കും, എലിജിബിലിറ്റി ആൻഡ് കണ്ടീഷൻസ് ഫോർ ടേക്കിംഗ് ITC. നേരത്തെ ജോണ് ITC എടുത്തു എന്ന് നമ്മളെല്ലാരും വിറ്റ്നസ് ചെയ്തു അല്ലെ? ആ ITC അങ്ങനെ ജോണിന് എടുക്കണമായിരുന്നെങ്കിൽ ജോൺ കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രം പോരാ, ജോൺ ഫസ്റ്റ് എലിജിബിൾ ആണോ എന്ന് അറിയണം. ജോൺ എലിജിബിൾ ആവണമെന്നുണ്ടെങ്കിൽ ജോൺ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ? നമുക്ക് എല്ലാവർക്കും അറിയാം, ജോണിന് GSTയുടെ അണ്ടറിൽ ഒരു രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം അല്ലെ? ജോണിന് GSTയുടെ അണ്ടറിൽ ഒരു രജിസ്ട്രേഷൻ ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ജോൺ ആദ്യം ചെയ്യേണ്ടത് GSTയിൽ ഒരു രജിസ്ട്രേഷൻ വേണം. പിന്നെ സെക്ഷൻ 16ൽ പറയുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് ജോണിന് നേരത്തെ പറഞ്ഞ പോലത്തെ ആ സെറ്റ് ഓഫ് GSTയിൽ ചെയ്യാൻ പറ്റുള്ളൂ. എന്തൊക്കെയാണ് കണ്ടീഷൻസ് നമുക്ക് നോക്കാം. ഒരൊറ്റ പേജിൽ സെക്ഷൻ 16 മൊത്തം, സെക്ഷൻ 16 വിത്ത് റിലവന്റ് റൂൾസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം 4 സർക്കിൾസ് ഉണ്ട് അല്ലെ? 4 സർക്കിൾസ് നിങ്ങൾക്ക് കാണാം. അതിൽ 3 സർക്കിളിന് വൈറ്റ് കളറും 1 സർക്കിളിന് യെല്ലോ കളറുമാണ്. അതിനൊരു റീസൺ ഉണ്ട്. ആ റീസൺ എന്താണെന്ന് നമുക്ക് പോകുമ്പോ പറയാം. പ്ലസ് വേറൊരു കാര്യം കൂടി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, 4 സർക്കിളിനെയും ജോയിൻ ചെയ്യിപ്പിക്കുന്നത് ഒരു റെഡ് കളറിലുള്ള പ്ലസ് എന്നുള്ള സിമ്പിൾ ആണ്. ഓട്ടെ, അപ്പൊ ഇവിടെ നിന്ന് ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്ര കാര്യമുള്ളൂ. സെക്ഷൻ 16ൽ 4 കണ്ടീഷൻസ് ആണ് പറയുന്നത്. ഒരു സപ്ലയർ അല്ലെങ്കിൽ ഒരു റെസിപ്പിയന്റ് ആരാണോ കേസ് മേ ബി, ആ വ്യക്തി ITC എടുക്കുന്ന ഒരു വ്യക്തി ചെയ്തിരിക്കേണ്ട 4 കണ്ടീഷൻസ് ഉണ്ട്. ഈ 4 കണ്ടീഷൻസിന് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് പ്ലസ് സിമ്പിൾ വെച്ചാവുകൊണ്ട് ഈ 4 എണ്ണവും കൂടി ഒരു ട്രാൻസാക്ഷനിൽ വരണം. ഇതിൽ ഏതെങ്കിലും 3 എണ്ണോ ഏതെങ്കിലും 2 എണ്ണോ വന്നുകൊണ്ട് കാര്യമില്ല. ഈ 4 എണ്ണവും ഒരു ട്രാൻസാക്ഷനിൽ വന്നാലാണ് അവിടെ ITC എലിജിബിൾ ആവുള്ളൂ. ഇല്ലെങ്കിൽ ITC എന്താവും? ഇൻഎലിജിബിൾ ആവും. ഫസ്റ്റ് പോയിന്റ് എന്താ നോക്കാം. പൊസഷൻ ഓഫ് വാലിഡ് ടാക്സ് പേയിങ് ഡോക്യുമെന്റ്സ്. ആ ലാംഗ്വേജ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ടാക്സ് പേയിങ് ഡോക്യുമെന്റ്. പൊസഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കയ്യിൽ ഉണ്ടായിരിക്കണം. എന്തുണ്ടായിരിക്കണം?
വാലിഡ് ടാക്സ് പേയിങ് ഡോക്യുമെന്റ്സ്. അതായത് ഞാൻ അല്ലെങ്കിൽ ജോൺ ITC എടുക്കുന്നതിന്റെ മുൻപേ ഏത് പ്രോഡക്റ്റിന്റെ മുകളിലാണോ ജോൺ ITC അവൈൽ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത്, ആ പ്രൊഡക്റ്റ് ഒരാളുടെ കയ്യിൽ നിന്ന് മേടിച്ചതായിരിക്കുമല്ലോ എന്തായാലും. ആ പ്രൊഡക്റ്റ് ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന ടൈമിൽ ഒരു ടാക്സ് ഇൻവോയ്സ് കിട്ടിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഇൻവോയ്സ് കിട്ടിയിട്ടുണ്ടായിരിക്കും, എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് കിട്ടിയിട്ടുണ്ടായിരിക്കും. അതെന്തിനാണ്? ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടന്നു എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ? അപ്പൊ ITC ജോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ ആ വാലിഡ് ഡോക്യുമെന്റ്സ് കയ്യിൽ വേണം. ആ വാലിഡ് ഡോക്യുമെന്റ്സ് ഒരു പ്രൂഫായിട്ട് കയ്യിൽ വെച്ചിട്ടുണ്ടായിരിക്കണം. അങ്ങനെ വാലിഡ് ഡോക്യുമെന്റ്സിന്റെ പൊസഷൻ, നിങ്ങൾ എക്സാമിന് എഴുതുന്നവര് ഈ ടെർമിനോളജി ഹൈലൈറ്റ് ചെയ്ത് വെച്ചോളൂ. പൊസഷൻ എന്നുള്ള ടെർമിനോളജി അവിടെ വരണം. പൊസഷൻ ഓഫ് വാലിഡ് ടാക്സ് ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ITC എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാനൊരു മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്തു, ഈ മൊബൈലിന്റെ മുകളിലുള്ള ഇൻവോയ്സോ ഒന്നും എന്റെ കയ്യിലില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തില് ഇതിന്റെ ITC, ഇതിന്റെ മുകളിലുള്ള ITC ഞാൻ മറക്കേ ഭാഗമുള്ളൂ, എനിക്ക് ഒരു രക്ഷയില്ല, എനിക്ക് എടുക്കാൻ പറ്റില്ല. ഇനി ഇവിടെ വാലിഡ് ടാക്സ് പേയിങ് ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞാല് ഏതൊക്കെയാണ് വാലിഡ് ടാക്സ് പേയിങ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നുണ്ട്. അത് എവിടെ പറയണത്? അത് റൂൾസിലാണ് പറയണത്. അപ്പൊ ഏതൊക്കെയാണ് ആ വാലിഡ് ഡോക്യുമെന്റ്സ് എന്ന് നോക്കാം. ടാക്സ് ഇൻവോയ്സ്. ടാക്സ് ഇൻവോയ്സ് എന്താന്ന് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാരണം നമ്മളൊക്കെ സാധനം മേടിക്കാൻ ഡെയിലി പുറത്തിറങ്ങുമ്പോൾ നമ്മുടെയൊക്കെ കയ്യിൽ കിട്ടുന്ന ഒരു സാധനമാണ് ഈ ടാക്സ് പേയിങ് ഡോക്യുമെന്റ്. അതായത് ഈ ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുന്ന ടാക്സ് പേയിങ് ഡോക്യുമെന്റ്, അല്ലെ? അടുത്ത എന്താണ്? സെൽഫ് ഇൻവോയ്സ്. ഇത് പലർക്കും ഒരു ന്യൂ ടെർമിനോളജി ആയിരിക്കാം, ബട്ട് പലർക്കും അറിയുന്ന കാര്യമായിരിക്കാം. സെൽഫ് ഇൻവോയ്സിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇപ്പോൾ പറയണില്ല. വെരി സിംപ്ലി പറഞ്ഞാൽ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തില് ഒരു റെസിപ്പിയന്റ് ടാക്സ് അടയ്ക്കുന്ന ചില കേസുകൾ ഉണ്ട് GST, ചില സർക്കംസ്റ്റൻസുകൾ. അങ്ങനെ റിവേഴ്സ് ചാർജിൽ ആ റെസിപ്പിയന്റ് ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സന്റെ കയ്യിൽ നിന്നും പ്രൊക്യൂർമെന്റ് ചെയ്തിട്ട് ടാക്സ് അടയ്ക്കുകയാണെങ്കിൽ ആ റെസിപ്പിയന്റ് ഒരു സെൽഫ് ഇൻവോയ്സ്, സ്വയം ഒരു ഇൻവോയ്സ് റേസ് ചെയ്തിരിക്കണം എന്ന് പറയുന്നുണ്ട്. എന്തിനാണ് ആ സ്വയം സെൽഫ് ഇൻവോയ്സ് റേസ് ചെയ്യുന്നത്? ഞാൻ ഇങ്ങനൊരു ടാക്സ് ഗവൺമെന്റിലേക്ക് സ്വയം അടച്ചിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ സെൽഫ് ഇൻവോയ്സും ഒരു ടാക്സ് പേയിങ് ഡോക്യുമെന്റ് ആണ്, അല്ലെ? അടുത്തത് ഡെബിറ്റ് നോട്ട്. ഡെബിറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം. ഒരു അക്കൗണ്ടിങ് പെർസ്പെക്റ്റീവിലല്ല, GST പെർസ്പെക്റ്റീവിൽ ഡെബിറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ഒരു സെയിൽസ് ചെയ്തിട്ട് ആ സെയിൽസിന്റെ വാല്യൂ 1 ലക്ഷമാണ്. നമ്മൾ അറിയാതെ ഇൻവോയ്സിൽ 90,000 എന്ന് എഴുതി. അപ്പൊ 10,000 രൂപ കൂടെ നമുക്ക് കൂടുതൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കാനുണ്ട്, അല്ലെ? 10,000 രൂപയുടെ മുകളിലുള്ള GST കൂടി കൂടുതൽ കൊടുക്കാനുണ്ട്. അപ്പൊ ആ ബാലൻസ് റീകൺസീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യും. അപ്പൊ ഡെബിറ്റ് നോട്ടും GST ആക്ടിന്റെ അണ്ടറിൽ ഒരു ടാക്സ് പേയിങ് ഡോക്യുമെന്റ് ആണ്. അതായത് ബിൽ ഓഫ് എൻട്രി. ബിൽ ഓഫ് എൻട്രി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നാട്ടിൽ നിന്നാണ് സാധനം മേടിച്ച് വെച്ചാൽ ഇൻവോയ്സ് കിട്ടും. പുറത്തുനിന്നാണ് സാധനം കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ കസ്റ്റംസുകാർ നമുക്ക് എന്ത് തരും? ബിൽ ഓഫ് എൻട്രി തരും. അപ്പൊ അതൊരു പ്രൂഫാണ്, അല്ലെ? പുറത്തുനിന്ന് അബ്രോഡിൽ നിന്ന് നമ്മളൊരു പ്രൊഡക്റ്റ് മേടിച്ചു എന്നുള്ളതിന്റെ പ്രൂഫാണത്. റിവൈസ്ഡ് ഇൻവോയ്സ് നമ്മൾ രജിസ്ട്രേഷൻ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അതായത് രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്തു ബട്ട് രജിസ്ട്രേഷൻ കിട്ടിയിട്ടില്ല എന്നുള്ള ആ പീരിയഡിന്റെ ഉള്ളിൽ ഒരു സപ്ലയർ റേസ് ചെയ്യുന്ന ഇൻവോയ്സ് ആണ് നമ്മൾ റിവൈസ്ഡ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. അപ്പൊ റിവൈസ്ഡ് ഇൻവോയ്സ് ഒരു ടാക്സ് പേയിങ് ഡോക്യുമെന്റ് ആണ്. അതായത് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ഇൻവോയ്സ്. അതായത് ISD എന്ന് പറയുന്ന ഒരു രജിസ്ട്രേഷൻ ഉണ്ട്. അതായത് എന്റെ സെയിം പാനലിൽ ഞാൻ വേറൊരു രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എലിജിബിൾ ആയ ക്രെഡിറ്റ് ഞാനും ഒരു പോർഷൻ എടുക്കും, എന്റെ ബ്രാഞ്ചിന് ഒരു പോർഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ISD ഇൻവോയ്സ് റേസ് ചെയ്യും എന്നറിയാം. അപ്പൊ ISD ഇൻവോയ്സും ചില കേസുകളിൽ വാലിഡ് ഡോക്യുമെന്റ് ആണ്. ഞാൻ ഈ ഡോക്യുമെന്റ്സിനെ കുറിച്ച് അധികം ഡിസ്കസ് ചെയ്യാത്ത എന്താ വെച്ചാൽ നമ്മുടെ ചാപ്റ്റർ ITC ആണ്. ഡോക്യുമെന്റ്സിന്റെ ചാപ്റ്റർ വരുമ്പോൾ നമുക്ക് ഡോക്യുമെന്റ്സിനെ കുറിച്ച് പറയാം. അപ്പോ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഈ ഡോക്യുമെന്റ്സ് മൊത്തം വാലിഡ് ടാക്സ് പേയിങ് ഡോക്യുമെന്റ്സ് എന്നുള്ള ടെർമിനോളജിയുടെ അണ്ടറിൽ വരും. ഇതിൽ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് ക്രെഡിറ്റ് എടുക്കാം, ഈ വ്യക്തിക്ക് ക്രെഡിറ്റ് എലിജിബിൾ ആണ്. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ പഠിച്ചു. ഇനി ഫസ്റ്റ് കണ്ടീഷൻ പ്ലസ് ആണ് വരുന്നത്. അപ്പൊ രണ്ടാമത്തെ കണ്ടീഷൻ എന്താന്ന് നോക്കാം. റെസിപ്റ്റ് ഓഫ് ഗൂഡ്സ് ഓർ സർവീസസ്. അതായത് ജോണിന് ഒരു മൊബൈൽ ഫോണിന്റെ മുകളിലുള്ള, അതായത് അയാൾ വിൽക്കുന്ന ഒരു മൊബൈൽ ഫോണിന്റെ കയ്യിൽ മുകളിലുള്ള ITC എടുക്കണമെന്നുണ്ടെങ്കിൽ, എലിജിബിൾ ആവണമെന്നുണ്ടെങ്കിൽ ആദ്യം പർച്ചേസ് ചെയ്ത വ്യക്തിയുടെ കയ്യിൽ നിന്നും ഈ മൊബൈൽ ഫോൺ ജോൺ റിസീവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് ഞാനൊരു സാധനം എന്റെ കയ്യിൽ എത്തുന്നതിന്റെ മുന്നേ എനിക്ക് അതിന്റെ മുകളിലുള്ള ക്രെഡിറ്റ് എടുക്കാൻ പറ്റില്ല, അല്ലെ? ഞാനൊരു സാധനം പർച്ചേസ് ചെയ്യുന്നതിന്റെ മുന്നേ അതിന്റെ മുകളിലുള്ള ക്രെഡിറ്റ് ആഗ്രഹിക്കുക എന്ന് പറയുന്നതിന് തെറ്റാണ്. അപ്പൊ എന്താ പറയുന്നത്? റെസിപ്റ്റ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഒരു സാധനം കൈപ്പറ്റിയതിനു ശേഷം മാത്രമാണ് അതിന്റെ മുകളിലുള്ള ക്രെഡിറ്റിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാവൂ. നിങ്ങൾ പൈസ കൊടുത്തു മുൻപ് എന്ന് വിചാരിക്കുക, എന്നാലും കാര്യമില്ല.
ആ സാധനം നിങ്ങളുടെ കയ്യിൽ എത്തിയിട്ടുണ്ടായിരിക്കണം എന്നാണ് ആക്ട് പറയുന്നത്. ഇതിനവിടെ ഒരു എക്സെപ്ഷൻ കാണാനുണ്ട്. എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് അപ്ലൈ ആവാത്ത ഒരു കേസ് പറയുന്നുണ്ട്. എന്താണ് ആ കേസിന്റെ ടൈറ്റിൽ പറയുന്നത്? എക്സെപ്റ്റ് ബിൽ ടു ഷിപ്പ് ടു ട്രാൻസാക്ഷൻ. അപ്പൊ ഈ ഒരു ക്ലോസില് ബിൽ ടു ഷിപ്പ് ടു ട്രാൻസാക്ഷൻസ് പെടില്ല. നമുക്കിപ്പോ അറിയണം എന്താണ് ബിൽ ടു ഷിപ്പ് ടു ട്രാൻസാക്ഷൻ, അല്ലെ? അത് അറിഞ്ഞേ പറ്റൂ. അപ്പൊ എന്താണ് ബിൽ ടു ഷിപ്പ് ടു ട്രാൻസാക്ഷൻ എന്ന് ഞാൻ പറയാം. ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. അപ്പൊ എന്തിനാണ് ഞാനിപ്പോ ഇത് പറയണത്? ഈ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ, അതായത് ഞാൻ ചെയ്യുന്ന ട്രാൻസാക്ഷൻ ഒരു ബിൽ ടു ഷിപ്പ് ടു ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഈ റെസിപ്റ്റ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് എന്ന് പറയുന്ന ആ ഒരു ക്ലോസ് അവിടെ ബാധിക്കില്ല എന്നാണ് ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പോയിന്റ്. അപ്പോ ഞാൻ കേരളത്തിലുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, ഞാനൊരു ലാപ്ടോപ്പിന്റെ സെല്ലറാണ്. എനിക്ക് തമിഴ്നാട് ഒരു ക്ലയന്റ് ഉണ്ട്. തമിഴ്നാട്ടിൽ സ്ഥിരമായിട്ട് എന്റെ കയ്യിൽ നിന്നും ലാപ്ടോപ്പ് മേടിക്കുന്ന ഒരു ക്ലയന്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ ലാപ്ടോപ്പുകൾ മൊത്തം മുംബൈയിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരും. ഈ ലാപ്ടോപ്പ് ഞാൻ കുറച്ച് പ്രോഫിറ്റ് കൂട്ടിയിട്ട് ഈ തമിഴ്നാട്ടിലത്തെ കസ്റ്റമർക്ക് കൊടുക്കും. ഇതാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ്. ഒരു ദിവസം ഞാൻ ബോംബെയിലത്തെ എന്റെ വെണ്ടറിനെ വിളിച്ച് പറഞ്ഞു. അതായത് വെണ്ടർ എനിക്ക് സാധനം തമിഴ്നാട്ടിലത്തെ ആൾ എന്റെ അടുത്ത് പറഞ്ഞു, അബേ എനിക്ക് ഇങ്ങനെ ഒരു ലാപ്ടോപ്പ് വേണം, എത്രയും പെട്ടെന്ന് എനിക്കൊരു ലാപ്ടോപ്പ് കിട്ടണം, എന്താ വഴിയുള്ളതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ എത്തിക്കാം, ഒരു 3 ദിവസത്തിന്റെ ഉള്ളിൽ എത്തിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ തമിഴ്നാട്ടിലത്തെ വ്യക്തി പറഞ്ഞു 3 ദിവസം ഒന്നും പറ്റില്ല, എനിക്ക് മാക്സിമം 2 ദിവസം, മാക്സിമം 2 ദിവസത്തിൽ സാധനം കിട്ടണം എന്ന് പറഞ്ഞു. ഞാൻ മുംബൈത്തെ ആളെ വിളിച്ച് പറഞ്ഞു. മുംബൈത്തെ ആളെ എനിക്ക് അയച്ചിട്ട് ഞാനാണല്ലോ തമിഴ്നാട്ടിലേക്ക് അയക്കാറ്. ഞാൻ മുംബൈത്തെ ആളെ വിളിച്ചു പറഞ്ഞു, ചേട്ടാ നിങ്ങൾ ഒരു കാര്യം ചെയ്തോ, ഹിന്ദിയിലാട്ടോ പറയണ, ഇതിപ്പോ മലയാളത്തിൽ പറയുന്നേ ഉള്ളൂ. ചേട്ടാ നിങ്ങൾ ഇപ്പൊ ഒരു കാര്യം ചെയ്തോ, ആ ലാപ്ടോപ്പ് എനിക്ക് അയക്കുന്നതിന് പകരം നിങ്ങൾ ഡയറക്ട്ലി തമിഴ്നാട്ടിലേക്ക് അയച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ എന്തായി? ഇവിടെ വന്ന് തമിഴ്നാട്ടിൽ പോണ നേരമില്ല, നേരെ മുംബൈത്തെ ആള് തമിഴ്നാട്ടിലേക്ക് അയക്കും. എന്നിട്ട് ഞാൻ അയാൾക്ക് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യും, പിന്നെ ഞങ്ങൾ തമ്മിലുള്ള കച്ചവടം വേറെ. അപ്പൊ ഇവിടെ മുംബൈയിൽ നിന്ന് മേടിക്കുന്ന ലാപ്ടോപ്പിന്റെ കോസ്റ്റ് കൊടുക്കുന്നത് ഞാനാണ്, അല്ലെ? പൈസയൊക്കെ കൊടുക്കുന്നത് നമ്മുടെ സാധാ ട്രാൻസാക്ഷൻ ആണ്. പക്ഷെ ആ സാധനം എന്റെ കയ്യിലേക്ക് എത്തുന്നതിന്റെ മുന്നേ എന്റെ കസ്റ്റമറുടെ കയ്യിലേക്ക് എത്തി. ആ മുംബൈക്കാരന് അതിന്റെ പൈസയും അതിന്റെ GST ഒക്കെ ഞാൻ കൊടുത്തു. ബട്ട് ആ സാധനം എന്റെ കയ്യിൽ എത്തുന്നതിന് മുന്നേ എന്റെ കസ്റ്റമറുടെ കയ്യിലെത്തി. ഈ സാധനത്തിന്റെ മുകളിൽ എനിക്ക് ക്രെഡിറ്റ് എടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം വരും. കാരണം എന്താ? ഈ സാധനത്തിന് പൈസ കൊടുത്തത് ഞാനാണെങ്കിലും ഐ ഹാവ് റിസീവ്ഡ് ദിസ് ഗുഡ്, അല്ലെ? ഞാൻ ഈ ഗുഡ് റിസീവ് ചെയ്തിട്ടില്ല. അപ്പൊ ആക്ട് പറഞ്ഞു അത് സാരില്ല, ഇങ്ങനത്തെ ട്രാൻസാക്ഷൻസ് നടക്കുന്ന കേസിൽ നിങ്ങൾ ക്രെഡിറ്റ് എടുത്തോ. കാരണം സത്യസന്ധമായ ഒരു ട്രാൻസാക്ഷൻ ആണ്. ഇവിടെ ഇപ്പൊ ഒരു ഉടായ്പും ഇല്ല, ഒരു ടാക്സ് ഇവേഷനും ഇല്ല, ഒന്നുമില്ല. സത്യസന്ധമായ ഒരു ട്രാൻസാക്ഷൻ. അപ്പൊ ആക്ട് പറഞ്ഞു ഇങ്ങനത്തെ ട്രാൻസാക്ഷൻസ് നടക്കുകയാണെങ്കിൽ നിങ്ങൾ ക്രെഡിറ്റ് എടുത്തോളൂ, കുഴപ്പമില്ല. അപ്പൊ ഈ നിയമം നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇങ്ങനത്തെ ട്രാൻസാക്ഷൻ എന്നിട്ട് ഒരു പേര് കിട്ടും, ബിൽ ടു ഷിപ്പ് ടു ട്രാൻസാക്ഷൻ. എങ്ങനെയാണ് അപ്പൊ ഈ പേര് വന്നേ? ബിൽ ടു അബൈ, ഷിപ്പ് ടു തമിഴ്നാട് കസ്റ്റമർ എന്നുള്ളൊരു ട്രാൻസാക്ഷൻ ആണത്, അല്ലെ? ബില്ല് ചെയ്യുന്നത് എനിക്ക്, ഷിപ്പ് ചെയ്യുന്നത് തമിഴ്നാട്ടിലത്തെ കസ്റ്റമർക്ക്. അപ്പൊ ബിൽ ടു ഷിപ്പ് ടു ട്രാൻസാക്ഷൻ വന്നു. ഈ ട്രാൻസാക്ഷന്റെ മുകളിലുള്ള ക്രെഡിറ്റ് എടുക്കണമെങ്കിൽ റെസീറ്റ് ഓഫ് ഗുഡ്സ് നിർബന്ധമില്ലാണ്ടായി. അതാണ് അതിനൊരു എക്സെപ്ഷൻ. ഇനി ഇത് ഗുഡ്സിലും സംഭവിക്കാം, സർവീസിലും സംഭവിക്കാം, അല്ലെ? രണ്ടിലും സംഭവിക്കാം. അടുത്തൊരു പോയിന്റ് അവിടെ എന്താ പറയണേ? ഗുഡ്സ് റിസീവ്ഡ് ഇൻ ലോഡ്സ്, ITC ടു ബി ടേക്കൺ അപ്പോൺ റിസീറ്റ് ഓഫ് ലാസ്റ്റ് ലോട്ട്. ഇതേപോലെ തന്നെ ചില കേസിൽ സംഭവിക്കാം. ഞാനിപ്പോ മുംബൈയിൽ നിന്ന് ഒരു 10,000 മൊബൈൽ ഫോണുകളുടെ പർച്ചേസ് ഓർഡർ എടുത്തു എന്ന് വിചാരിക്കുക. 10,000 മൊബൈൽ ഫോണുകൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മുംബൈയിലേക്ക് വിളിച്ചു പറഞ്ഞു. ഈ 10,000 മൊബൈൽ ഫോണുകൾ അവരൊരു 5 തവണയായിട്ടാണ് എനിക്ക് തരുന്നതെന്ന് വിചാരിക്കുക. അതായത് 5 ലോട്ടുകളായിട്ടാണ് എനിക്ക് കിട്ടണമെന്ന് വിചാരിക്കുക. 2,000 ഫോണിന്റെ ഒരു ലോട്ട്, 2,000 ഫോണിന്റെ വേറെ ലോട്ട്, അങ്ങനെയൊക്കെയാണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക. ഇങ്ങനെ കിട്ടുമ്പോ ചില കേസിൽ ഈ 10,000 ഫോണിന്റെ മുകളിലുള്ള ക്രെഡിറ്റും അല്ലെങ്കിൽ ഈ 10,000 ഫോണിന്റെ മുകളിലുള്ള പേയ്മെന്റ് ഞാൻ ഓൾറെഡി മുംബൈക്കാരന് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരിക്കും, അല്ലെ? ഞാൻ ആദ്യം കൊടുത്തിട്ടുണ്ടായിരിക്കും. എന്ന് വെച്ച് എനിക്ക് ആ 10,000 മൊബൈൽ ഫോണിന്റെ മുകളിലുള്ള ITC എടുക്കണം എന്നുണ്ടെങ്കിൽ ആ 10,000 മൊബൈൽ ഫോണുകൾ എന്റെ കയ്യിലെത്തണം എന്നാണ് ആക്ട് പറയുന്നത്. ആ 10,000 മൊബൈൽ ഫോണുകൾ എന്റെ കയ്യിലെത്തണമെങ്കിൽ എന്ത് സംഭവിക്കണം? 5 ലോട്ടുകൾ എന്റെ കയ്യിലെത്തണം. അങ്ങനെ ഫൈനൽ ലോട്ട് എന്റെ കയ്യിലെത്തിയാൽ മാത്രമാണ് എനിക്ക് അതിന്റെ മുകളിലുള്ള എൻറ്റയർ ITC എടുക്കാൻ പറ്റുള്ളൂ.
അപ്പൊ ഇതാണ് ആദ്യത്തെ രണ്ട് കണ്ടീഷൻസ്. വളരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു, വളരെ എളുപ്പമാണ് ഓർത്ത് വയ്ക്കാൻ. മൂന്നാമത്തെ കണ്ടീഷൻ നമ്മുടെ മഞ്ഞ കളറിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന കണ്ടീഷൻ. ഞാൻ പറഞ്ഞു ഈ മഞ്ഞ കളറിനൊരു റീസൺ ഉണ്ട് അല്ലെ, എന്താന്ന് പറഞ്ഞുതരാം. ഇവിടെ 4 കണ്ടീഷനിൽ 3 വൈറ്റ് സർക്കിൾസ് ആണ്, ഒരെണ്ണം യെല്ലോ സർക്കിളാണ്. ഇതില് വൈറ്റ് സർക്കിളിലുള്ള 3, അതിപ്പോ ജോണിന്റെ എക്സാമ്പിൾ എടുക്കാം. ജോൺ ആരുടെ കയ്യിൽ നിന്ന് മേടിച്ച്? കിരൺ എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്നാണ് ആദ്യം ലാപ്ടോപ്പ് മേടിച്ചത് അല്ലെ, എന്നിട്ടാണ് മനുവിന് വിൽക്കുന്നത്. അപ്പൊ ജോൺ ആണ് ഇവിടെ ITC എടുക്കുന്ന വ്യക്തി അല്ലെ. ഇവിടെ ITC യൂട്ടിലൈസ് ചെയ്ത വ്യക്തി ആരാണ്? ജോൺ. ഓക്കെ, ജോൺ ആണ് നമ്മുടെ ഹീറോ. ഈ 4 കണ്ടീഷനിൽ ആ വൈറ്റ് സർക്കിൾ ചെയ്ത് വെച്ച 3 കണ്ടീഷൻ ജോണിന്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്ന ഒരു സാധനമാണ്. അതായത് ജോൺ ചെയ്തിരിക്കേണ്ട കാര്യമാണ് ആ 3 സർക്കിൾസ്. ആ മഞ്ഞ സർക്കിൾ മാത്രം ജോണിന്റെ സപ്ലയർ ആയ കിരൺ ചെയ്തിരിക്കേണ്ട കാര്യമാണ്. 3 വൈറ്റ് സർക്കിളും ജോണിന്റെ ഡ്യൂട്ടിയാണ്. ബട്ട് ആ യെല്ലോ സർക്കിൾ ജോണിന്റെ സപ്ലയർ ആയ കിരൺ ചെയ്തിരിക്കേണ്ടതാണ്. ഇനി എന്താണ് കിരൺ ചെയ്തിരിക്കേണ്ടത്? ടാക്സ് ഓൺ സച്ച് സപ്ലൈ ഹാസ് ബീൻ പെയ്ഡ്. അതായത് ജോൺ ഒരു 1800 രൂപ ടാക്സ് കൊടുത്തിരുന്നു അല്ലെ. ആ കൊടുത്ത ടാക്സ് ആണ് ജോൺ എന്തായിട്ട് എടുക്കണേ? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ അങ്ങനെ 1800 രൂപ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ആക്ട് പറയുന്നു ആദ്യം നിങ്ങൾ കിരണിനോട് പോയിട്ട് ഈ 1800 രൂപ ഗവൺമെന്റിലേക്ക് കൊടുക്കാൻ പറയണം. അങ്ങനെ കിരൺ ഈ 1800 ഗവൺമെന്റിലേക്ക് കൊടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ 1800 ഞങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റുള്ളൂ അല്ലെ. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റില്ല, ഇല്ലെങ്കിൽ ഗവൺമെന്റിന് ഇതൊരു വലിയ ലോസ് ആണ്. അപ്പൊ ആക്ട് പറയുന്നു കിരൺ ആദ്യം പോയിട്ട് കിരൺ അടയ്ക്കേണ്ട ടാക്സ് അടയ്ക്കട്ടെ. അതായത് നിങ്ങളുടെ കയ്യിൽ നിന്നും മേടിച്ച, ജോണിന്റെ കയ്യിൽ നിന്നും മേടിച്ച ടാക്സ് കിരൺ ആദ്യം ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കട്ടെ. അതിനുശേഷം ജോൺ നിങ്ങൾ പോയിട്ട് ITC എടുത്തോളൂ എന്ന് പറയുന്നത്. അപ്പൊ കിരണ് ഇത് എങ്ങനെയൊക്കെ കൊടുക്കാം? ഈ 1800 രൂപ കിരണ് വേണമെങ്കിൽ ക്യാഷ് ആയിട്ട് കൊടുക്കാം ഗവൺമെന്റിന്, അല്ലെങ്കിൽ കിരണിനും ഇതേപോലെ ക്രെഡിറ്റ് യൂട്ടിലൈസ് ചെയ്തിട്ട് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. എങ്ങനെ കൊടുത്താലും ഈ 1800 രൂപ ഗവൺമെന്റിൽ എത്തണം. ഗവൺമെന്റിൽ എത്തിയതിനു ശേഷം ജോൺ നിങ്ങൾ ക്രെഡിറ്റ് എടുത്തോളൂ. അപ്പൊ അതാണ് മൂന്നാമത്തെ കണ്ടീഷൻ. ഇനി ലാസ്റ്റ് കണ്ടീഷൻ, ഹി ഷുഡ് ഹാവ് ഫർണിഷ്ഡ് റിട്ടേൺസ്. നമുക്ക് വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം റിട്ടേൺസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പൊ ജോൺ ക്രെഡിറ്റ് എടുക്കുവാണെങ്കിൽ ക്രെഡിറ്റ് എടുക്കുന്ന ടൈമിൽ ജോൺ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. GSTR 3B ആണ് ഇവിടെ പരാമർശിക്കുന്ന റിട്ടേൺ. GSTR 3B എന്ന് പറഞ്ഞാൽ നമ്മൾ മന്ത്ലി എന്തൊക്കെ ചെയ്തു, എത്ര സെയിൽസ് ചെയ്തു, എത്ര പർച്ചേസ് ചെയ്തു എന്ന് ഗവൺമെന്റിനെ അറിയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു റിട്ടേൺ. റിട്ടേൺ എന്ന് പറയുന്ന ഒരു ഫോമാണ്. ആ റിട്ടേൺ ആണ് GSTR 3B. അപ്പൊ ജോൺ GSTR 3B ഫയൽ ചെയ്യുമ്പോഴാണ് ITC എടുക്കുക. അപ്പൊ ഇറ്റ് ഈസ് ഒബ്വിയസ് ദാറ്റ് ജോൺ GSTR 3B ഫയൽ ചെയ്താൽ മാത്രമാണ് ഈ ITC കിട്ടുള്ളൂ എന്നാണ് ആക്ട് പറയുന്നത്. ഗോട്ട് ഇറ്റ്? ഇതാണ് 4 കണ്ടീഷൻസ്. ഈ 4 കണ്ടീഷൻസും ഒരുമിച്ച് ഒരു സെനാരിയോയിൽ വന്നാൽ മാത്രമാണ് ആ വ്യക്തിക്ക് ക്രെഡിറ്റ് എടുക്കാൻ പറ്റുള്ളൂ. ഈ 4 കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് വയലേറ്റ് ആയാൽ തീർന്നു, പിന്നെ ആ ക്രെഡിറ്റിനെ കുറിച്ച് നോക്കണ്ട. ഓക്കെ, നമുക്ക് ഇവിടെ കുറച്ചൊരു 3 എക്സ്ട്രാ പോയിന്റ്സ് വരുന്നുണ്ട്. അത് ഡിസ്കസ് ചെയ്യുന്നതിന്റെ മുന്നേ ഇതില് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചാറ്റ് ബോക്സിൽ ചോദിച്ചോളൂ. മാക്സിമം ബ്രെയിൻ സ്റ്റോമിംഗ് നടത്തിക്കോളൂ. ചോദിക്കാൻ പറ്റിയ ഡൗട്ട്സ് മൊത്തം ചോദിച്ചോളൂ. അടുത്ത ഏരിയ എന്താ നോക്കാം. ഈ സെക്ഷൻ 16 റെഡ് വിത്ത് റൂൾസില് ഒരു 3 കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. നമുക്ക് വളരെ ആവശ്യമായ ഒരു 3 കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഇത് പ്യൂർ ലോജിക് ആണ്. ഓക്കെ, ഇവിടെ ഇഫ് ഡിപ്രിസിയേഷൻ ക്ലെയിംഡ് ഓൺ GST കോമ്പണന്റ് ITC നോട്ട് അലൗഡ് എന്ന് പറയുന്നുണ്ട്. എന്താണ് ആ പോയിന്റ് എന്ന് ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഞാനൊരു ബിസിനസ്മാൻ ആണ് എന്ന് വിചാരിക്കാം. മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ. വാട്ട് ഇഫ് കണ്ടിന്യൂസ് സപ്ലൈ ഇസ് മെയ്ഡ്? കണ്ടിന്യൂസ് സപ്ലൈ ചെയ്യുകയാണെങ്കിലും ലാസ്റ്റിലോട്ട് എപ്പോഴാണ് കിട്ടുന്നത് അപ്പോൾ എടുക്കാം. ഓക്കെ, ഞാനൊരു ബിസിനസ്മാൻ ആണ്. ഞാൻ എൻ്റെ ഓഫീസിലേക്ക് ഒരു ലാപ്ടോപ്പ് വാങ്ങി. ഓഫീസ് പർപ്പസിന് വേണ്ടി ടാലി ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒരു ലാപ്ടോപ്പ് മേടിച്ചു. ലാപ്ടോപ്പിന്റെ വില എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. ഓക്കെ, ഞാൻ എന്റെ പർച്ചേസ് ചെയ്ത, അതായത് എന്റെ സപ്ലയർക്ക് കൊടുത്ത വാല്യൂ 1 ലക്ഷം രൂപയാണ്. ഇതില് 1 ലക്ഷം പ്ലസ് 18,000 GST കൂടി ചാർജ് ചെയ്ത് 1,18,000 രൂപയ്ക്ക് ആണ് ഞാൻ ഈ സാധനം മേടിച്ചത്. അതായത് ഞാൻ എന്റെ പർച്ചേസർക്ക്, എന്റെ സപ്ലയർക്ക് മൊത്തം 1,18,000 റുപ്പീസ് കൊടുത്തു.
ഇതിൽ നമുക്കറിയാം ഞാനൊരു ബിസിനസ്മാൻ ആയതുകൊണ്ട് ഈ 18,000 എനിക്ക് ക്രെഡിറ്റ് ആയിട്ട് എടുക്കാം അല്ലെ, എന്റെ ഔട്ട്വേർഡ് സപ്ലൈയിൽ നിന്ന് കുറച്ച് കാണിക്കാം, എനിക്ക് അതിനുള്ള റൈറ്റ് എനിക്കുണ്ട്. ഇനി ഡിപ്പാർട്ട്മെന്റ് പറയുന്നു നമുക്ക് കുറച്ച് അക്കൗണ്ട്സിലേക്ക് പോവാം. അക്കൗണ്ട്സ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് അല്ലെ. എന്റെ കമ്പനിക്കും ബാലൻസ് ഷീറ്റ് ഉണ്ട്, എന്റെ കമ്പനിക്ക് അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിൽ ഈ ലാപ്ടോപ്പ് നമ്മൾ എവിടെ കാണിക്കും? അസറ്റ് സൈഡിൽ കാണിക്കും ഇല്ലേ? എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക? അസറ്റ് സൈഡിൽ ലാപ്ടോപ്പ് കാണിച്ചിട്ട് ആ ലാപ്ടോപ്പിന്റെ മുകളിൽ ഡിപ്രിസിയേഷൻ ഇങ്ങനെ ചാർജ് ചെയ്ത് ഓരോ കൊല്ലവും ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്ത് കൊണ്ടുവരും. അതാണ് നമ്മൾ ചെയ്യാവുന്ന കാര്യം. GST ലോ ഇവിടെ ഒന്ന് ഇടപെടുന്നുണ്ട്. GST ലോ ഇടപെട്ടിട്ട് എന്താ പറയണെന്ന് വെച്ചാൽ, നിങ്ങൾ ബാലൻസ് ഷീറ്റിൽ ഈ ലാപ്ടോപ്പ് കാണിക്കുമ്പോൾ 1,18,000 എന്നാണ് ഈ ലാപ്ടോപ്പിന്റെ വാല്യൂ നിങ്ങൾ എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ GSTയുടെ അണ്ടറിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടില്ല. മറിച്ച് ഈ 18,000 ഒഴിവാക്കിയിട്ട് 1,00,000 എന്നാണ് നിങ്ങൾ ബാലൻസ് ഷീറ്റിൽ ഈ അസറ്റിന്റെ വാല്യൂ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഓക്കെ, ക്രെഡിറ്റ് എടുത്തോളൂ എന്ന് പറയുന്നുണ്ട്. എല്ലാവർക്കും തോന്നാവുന്ന ഒരു ഡൗട്ടാണ്, എന്താണ് ഇതിന്റെ കാരണം അല്ലെ? വൈ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാം. എന്താണ് ഇതിന്റെ റീസൺ എന്ന് അറിയണം. ഇവിടെയുള്ള റീസൺ എന്ന് പറയുന്നത് വളരെ ജെന്യൂൻ റീസൺ ആണ്. ആ ജെന്യൂനിറ്റി ഉള്ളത് ഡിപ്പാർട്ട്മെന്റിനാണ്, നമുക്കല്ല. ഡിപ്പാർട്ട്മെന്റ് വളരെ ജെന്യൂൻ ആയി പറയുന്ന കാരണം എന്താന്ന് വെച്ചാൽ, 1,18,000 എന്നാണ് നിങ്ങൾ അസറ്റിന്റെ വാല്യൂ എഴുതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന ടൈമിൽ ഈ 1,18,000 മുകളിലാണ് ഡിപ്രിസിയേഷൻ കണക്കാക്കുക. അപ്പൊ എന്തായി? അതൊരു ഡിപ്രിസിയേഷന്റെ എമൗണ്ട് കൂട്ടി. ഈ 1,18,000 പകരം 1,00,000 മുകളിലാണ് നിങ്ങൾ ഡിപ്രിസിയേഷൻ കണക്കാക്കണമെന്നുണ്ടെങ്കിൽ ഡിപ്രിസിയേഷന്റെ എമൗണ്ട് അത്രയും കുറയും. ഡിപ്രിസിയേഷന്റെ എമൗണ്ട് കൂടുന്തോറും ഇൻകം ടാക്സ് അടയ്ക്കേണ്ട വാല്യൂ കുറയും. അത് നമുക്കറിയാം അല്ലെ? കാരണം ഡിപ്രിസിയേഷൻ ഒരു എക്സ്പെൻസ് ആണ്. ഇൻകം ടാക്സിലെ നമ്മുടെ ടാക്സ് ലയബിലിറ്റി അത്രയും കുറയ്ക്കും. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഇൻകം ടാക്സിൽ എടുത്താൽ പിന്നെ നിങ്ങൾക്ക് GSTയിൽ ബെനിഫിറ്റ് കിട്ടില്ല. ഇനി അല്ല, നിങ്ങൾ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഇൻകം ടാക്സിൽ എടുക്കണില്ല, നിങ്ങൾ 1,00,000 മുകളിലുള്ള ഡിപ്രിസിയേഷൻ ആണ് കണക്കാക്കണമെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങളെ ഞങ്ങൾ സമ്മതിച്ചു തരാം, GSTയിൽ നിങ്ങൾ ബെനിഫിറ്റ് എടുത്തോളൂ എന്നാണ് പറയുന്നത്. അതായത് ഒരേ പ്രൊഡക്റ്റിന്റെ മുകളിലുള്ള ബെനിഫിറ്റ് 2 ആക്ടിലും കൂടിയിട്ട് ഒരു വ്യക്തിക്ക് കിട്ടരുത് എന്നുള്ള ഒരു വല്ലാത്തൊരു തോട്ട് കാരണം കൊണ്ടാണ് ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയത്. അപ്പൊ ഡിപ്രിസിയേഷൻ കണക്കാക്കുമ്പോൾ അതിൽ ടാക്സ് കോമ്പണന്റ് വരരുത്, GSTയുടെ മുകളിൽ ഡിപ്രിസിയേഷൻ കണക്കാക്കരുത് എന്നാണ് ആക്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഡിപ്രിസിയേഷന്റെ ആ ഡിസ്കഷൻ. ഗോട്ട് ഇറ്റ്. അടുത്തൊരു മനോഹരമായ വേറൊരു ഡിസ്കഷൻ വരാൻ പോകുന്നത്, ITC to be reversed if payment is not made within 180 days by the recipient എന്ന് പറയുന്നുണ്ട്. അതായത് ഞാൻ ഒരാളുടെ കയ്യിൽ നിന്നും സാധനം മേടിച്ചു, ഞാൻ ഒരു 100 രൂപ വിലയുള്ള ഒരു സാധനം മേടിച്ചു, 18 രൂപ ടാക്സ് കൊടുത്തു, 118 രൂപയ്ക്ക് ഞാൻ ആ സാധനം മേടിച്ചു എന്ന് വിചാരിക്കുക. ഞാൻ ആളുടെ അടുത്ത് പറയാണ്, പൈസ ഞാൻ കുറച്ചു കാലം കഴിഞ്ഞ് തരാട്ടോ, ഇപ്പൊ എനിക്ക് ഭയങ്കര ടൈറ്റ് ആണ്, കൊറോണ ഒക്കെ അല്ലേ, ഭയങ്കര ടൈറ്റ് ആണെന്ന് പറയാണ്. ഞാൻ എന്ത് ചെയ്യും? അപ്പൊ അയാൾ പറയും ഓക്കെ, അറിയണ ആളാണ്, ഓക്കെ ഓക്കോ, പിന്നെ എപ്പോഴാച്ചാ തന്നാ മതി എന്ന് പറഞ്ഞാൽ തരാതിരിക്കരുത്, തരണം എന്ന് പറയും. ഞാൻ നേരെ പോയിട്ട് എന്ത് ചെയ്യും? ഞാനൊരു ബിസിനസ്മാൻ ആണല്ലോ, ഈ 118 രൂപ ഞാൻ കൊടുത്തിട്ടില്ലെങ്കിൽ കൂടെ ഞാൻ ഈ 18 രൂപ ക്രെഡിറ്റ് ആയിട്ട് എടുക്കും. കാരണം പൈസ സപ്ലയർക്ക് കൊടുത്തിരിക്കണം എന്ന് ഈ 4 കണ്ടീഷനിൽ എവിടെയും പറയണില്ല. ഈ 4 കണ്ടീഷനിൽ പറയുന്നത് മാത്രമേ ഞാൻ കേൾക്കുള്ളൂ. ഈ 4 കണ്ടീഷനിൽ പറയാത്ത ഒന്നും ഞാൻ കേൾക്കില്ല. ഞാൻ എന്ത് ചെയ്തു? ഈ 118 രൂപ ഞാൻ എന്റെ സപ്ലയർക്ക് കൊടുത്തിട്ടില്ല, കൊടുക്കുന്നതിന്റെ മുന്നേ 18 രൂപ ഞാൻ ക്രെഡിറ്റ് ആയിട്ട് എടുത്തു. ഗോട്ട് ഇറ്റ്. 18 രൂപ ഞാൻ ITC ആയിട്ട് എടുത്തു. ഓക്കെ, എടുക്കരുത് എന്നൊന്നും ആക്ട് പറയുന്നില്ല, ഒരു കുഴപ്പമില്ല. നിങ്ങള് 6 മാസം ഈ പർച്ചേസ് ചെയ്തിട്ട് 6 മാസമായിട്ടും ഈ പൈസ നിങ്ങളുടെ സപ്ലയർക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ അത് മോശമാണ് അല്ലെ? കാരണം 6 മാസമായിട്ട് ഈ പാവം പിടിച്ച വ്യക്തിക്ക് പൈസ കിട്ടിയില്ല. ആ പാവം സപ്ലയർ ഞാൻ കൊടുത്തിട്ടില്ലെങ്കിൽ കൂടെ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ആ പൈസ അയാൾ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം അയാൾ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുത്താൽ മാത്രമേ എനിക്ക് ക്രെഡിറ്റ് എടുക്കാൻ പറ്റുള്ളൂ. ആ വ്യക്തി അത് ഡിപ്പാർട്ട്മെന്റിലേക്ക് അടച്ചിട്ടുണ്ട്, സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട്, ഇയാൾ തരൂ എന്നുള്ള പ്രതീക്ഷയില്. അപ്പൊ ഇത് 6 മാസം വരെ നിങ്ങൾക്ക് ഞങ്ങൾ തരാം, ഡിപ്പാർട്ട്മെന്റ് ഞങ്ങൾ അനുവദിച്ചു തരാം. 6 മാസം കഴിഞ്ഞിട്ടും നിങ്ങൾ ഇത് തിരിച്ചു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് 6 മാസം കഴിഞ്ഞിട്ടും ഈ 118 രൂപ ഞാൻ എന്റെ സപ്ലയർക്ക് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ അന്ന് 6 മാസം മുൻപ് നിങ്ങൾ ഒരു 18 രൂപ ക്രെഡിറ്റ് ആയിട്ട് എടുത്തില്ലേ? ഓർമ്മയില്ലേ? ഒരു 18 രൂപ 6 മാസം മുൻപ് നിങ്ങൾ ക്രെഡിറ്റ് ആയിട്ട് എടുത്തു. ആ ക്രെഡിറ്റ് ഞങ്ങൾക്ക് തന്നെ തിരിച്ചു തരണം. ആ 18 രൂപ ഞങ്ങൾക്ക് തന്നെ തിരിച്ചു തരണം. അങ്ങനെ തിരിച്ചു തരണം എന്നുള്ളതിനെ ആക്ട് യൂസ് ചെയ്യുന്ന ഒരു ടെർമിനോളജിയാണ് റിവേഴ്സ് എന്ന് പറയുന്നത്.
അതായത് ആ 18 രൂപ നിങ്ങൾ റിവേഴ്സ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ശരി, ഓക്കെ, ഈ 18 രൂപ നമ്മൾ റിവേഴ്സ് ചെയ്യാം. റിവേഴ്സ് ചെയ്യണേന് നമുക്ക് സങ്കടമൊന്നുമില്ല, കാരണം ഞാൻ കൊടുക്കാത്ത പൈസയാണ്. ഞാൻ കൊടുക്കാത്ത പൈസ ഞാൻ എടുത്തു, എനിക്ക് ആ 18 രൂപ ക്രെഡിറ്റ് എടുത്ത 18 രൂപ തിരിച്ചു തരുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോഴാണ് ആക്ട് പറയണേ, നിങ്ങൾ ആ 18 രൂപ വെറുതെ തന്നാ പോരാ, ഇത്രയും ദിവസം നിങ്ങൾ ആ 18 രൂപ, ഞങ്ങളുടെ 18 രൂപ നിങ്ങൾ യൂസ് ചെയ്തു, ആ 18 രൂപയുടെ മുകളിലുള്ള ഇൻട്രസ്റ്റ് കൂടി ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടണം എന്നാണ് ആക്ട് പറയുന്നത്. അതായത് ഈ 18 രൂപ ഞാൻ തിരിച്ചടയ്ക്കുമ്പോൾ ഇത്രയും ഡേയ്സിന്റെ ഇൻട്രസ്റ്റ് കൂടി എനിക്ക് കിട്ടണം. എത്രയാണ് ഇൻട്രസ്റ്റ്? 18% പെർ ആനം. പെർ ആനം 18%. നമ്മൾ എത്ര ദിവസമാണോ ആ 18 രൂപ അനാവശ്യമായിട്ട് യൂസ് ചെയ്തത്, അല്ലെങ്കിൽ റൈറ്റ് ഇല്ലാതെ കൂടി നമ്മൾ യൂസ് ചെയ്തത്, ആ 18 രൂപയുടെ മുകളിലുള്ള 18% അത്രയും ദിവസത്തിന് തിരിച്ചടച്ചിരിക്കണം എന്നാണ് ആക്ട് പറയുന്നത്. വളരെ ക്ലിയർ ആണ്. ഇനി ഈ 18 രൂപ അപ്പൊ എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നുള്ളൊരു ചോദ്യം വരാം. കിട്ടും. എപ്പോഴാണോ നിങ്ങൾ ആ 118 കൊണ്ടുപോയി സപ്ലയർക്ക് കൊടുക്കുന്നത്, ആ പോയിന്റിൽ നിങ്ങൾ എടുത്തോ, ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ശരി, അപ്പൊ ഞാൻ ഈ 118 രൂപ എപ്പോഴാണോ എന്റെ സപ്ലയർക്ക് തിരിച്ചു കൊടുക്കുന്നത്, അപ്പൊ എനിക്ക് ഈ ക്രെഡിറ്റിന് എലിജിബിൾ ആവും. ഈ ക്രെഡിറ്റിന് കാലപരിധി ഇല്ല, എനിക്ക് ഈ ക്രെഡിറ്റ് എപ്പോ വേണമെങ്കിൽ എടുക്കാം. അതായത് ആ 118 രൂപ എന്റെ സപ്ലയർക്ക് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഈ 18 രൂപ എപ്പോ വേണമെങ്കിൽ എടുക്കാം എന്നാണ് ആക്ട് പറയുന്നത്. ഗോട്ട് ഇറ്റ്? വളരെ ക്ലിയർ ആണ്. ഇനി ഈ നിയമം അപ്ലിക്കബിൾ ആവാത്ത കുറച്ച് കേസുകളുണ്ട്. നമുക്ക് കോമൺ സെൻസിൽ മനസ്സിലാക്കാവുന്ന കുറച്ച് കേസുകളേ ഉള്ളൂ. ഈ 3 അപ്ലിക്കബിൾ ആവില്ല എന്ന് പറയുന്ന കേസ്. അതായത് 3 മീൻസ് ഈ 180 ദിവസത്തിന്റെ ഈ ക്രൈറ്റീരിയ 18% റിവേഴ്സ് ചെയ്യണം എന്ന് പറയുന്ന ഈ 3 പ്രൊവിഷൻസ് അപ്ലിക്കബിൾ ആവാത്ത കേസുകൾ ഏതാന്ന് വെച്ചാൽ, ഞാൻ എന്റെ റിലേറ്റഡ് പാർട്ടിയുടെ കയ്യിൽ നിന്നാണ് സാധനം മേടിക്കുന്നത്. ഞാൻ എന്റെ റിലേറ്റഡ് പാർട്ടിക്ക് ക്യാഷ് കൊടുത്തിട്ടില്ലെങ്കിൽ കൂടെ അതൊരു ഡീംഡ് സപ്ലൈ ആണ്, അല്ലെ? ഇറ്റ്സ് എ ഡീംഡ് സപ്ലൈ. അങ്ങനെ ഡീംഡ് സപ്ലൈ നടക്കുന്ന സ്ഥലങ്ങളിൽ പൈസയുടെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടായിരിക്കില്ല. അപ്പൊ ആക്ട് എന്ത് പറയുന്നു? ഇവിടെ ക്യാഷ് ഇല്ല, അപ്പൊ എന്താണ്? ഡീംഡ് ടു ബി പെയ്ഡ് എന്നാണ്. അപ്പൊ അവിടെ ഈ നിയമം ബാധിക്കില്ല. ഇനി അതേപോലെ സപ്ലയർ കൊടുക്കേണ്ട ഒരു പൈസ, അതായത് എന്റെ സപ്ലയർ ആണ് ആക്ച്വലി പേ ചെയ്യേണ്ടിയിരുന്നത്, പക്ഷെ ചില സാങ്കേതിക കാരണങ്ങളാൽ ഇത് ഞാൻ പേ ചെയ്തു. അപ്പൊ അങ്ങനത്തെ കേസുകളിലും ഈ 180 ദിവസത്തിന്റെ ക്രൈറ്റീരിയ വരില്ല. കാരണം ഇതിപ്പോ ഞാൻ 182ാമത്തെ ദിവസമാണ് സപ്ലയറിന്റെ പേരിൽ ഞാൻ കൊടുക്കുന്നതെന്നുണ്ടെങ്കിലും അവിടെ കുഴപ്പമൊന്നുമില്ല. അപ്പോ അങ്ങനത്തെ ചില കേസുകളിൽ ഈ 180 ഡേയ്സിന്റെ ആ ഒരു നിയമം ബാധിക്കില്ല എന്നാണ് പറയുന്നത്. ഗോട്ട് ഇറ്റ്? അപ്പൊ 180 ഡേയ്സിന്റെ റൂൾ അതാണ്. ഇനി ലാസ്റ്റ് ഒരു പോയിന്റ് ഈ റിഗാർഡിൽ എന്താ പറയാനുള്ളത്? ടൈം ലിമിറ്റ് ഫോർ അവൈലിംഗ് ITC. ഇവിടെ ഇപ്പൊ നമ്മൾ ഈ ഒരു മൊത്തം സ്ലൈഡിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ITC എന്ന് പറയുന്ന സാധനം അവൈൽ ചെയ്യേണ്ട സമയം, ഒരു സമയപരിധി പറയുന്നുണ്ട്. അതായത് ഇതിപ്പോ ഞാൻ 2019 ഡിസംബർ ഒരു 10-ാം തീയതിയാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് മേടിക്കുന്നതെന്ന് വിചാരിക്കാം. നിങ്ങൾ എഴുതിക്കോ, പേപ്പറിൽ എഴുതിക്കോ. 2019 ഒരു ഡിസംബർ 10-ാം തീയതിയാണ് ഞാൻ ഈ സാധനം മേടിക്കുന്നത്. എനിക്ക് ഈ പ്രൊഡക്റ്റിന്റെ മുകളിലുള്ള ITC എടുക്കാൻ ഏതൊരു സമയം ഉണ്ടെന്ന് അറിയോ? ഇതിപ്പോ നടക്കുന്നത് ഏത് ഫിനാൻഷ്യൽ ഇയറിലാണ്? 2019-20 ഫിനാൻഷ്യൽ ഇയറിലാണ് ഇത് സംഭവിക്കുന്നത്, അല്ലെ? അതായത് ഈ പർച്ചേസ് എന്ന് പറയുന്ന വലിയ സംഭവം സംഭവിക്കുന്നത് 2019-20 ഫിനാൻഷ്യൽ ഇയറിലാണ്, 19-20 ഫിനാൻഷ്യൽ ഇയറിലാണ്. അപ്പൊ ഈ ക്രെഡിറ്റ് എടുക്കാൻ എനിക്ക് എലിജിബിലിറ്റി 2020-21 അതായത് 2020-21 ഫിനാൻഷ്യൽ ഇയറിലെ, അടുത്ത ഫിനാൻഷ്യൽ ഇയറിലെ സെപ്റ്റംബർ മാസത്തെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡേറ്റ്. സെപ്റ്റംബർ മാസത്തെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡേറ്റ് എല്ലാം നമുക്കറിയാം. സെപ്റ്റംബർ മാസത്തെ റിട്ടേൺ നമ്മൾ ഫയൽ ചെയ്യുക, മന്ത്ലി റിട്ടേൺ, നേരത്തെ പറഞ്ഞ GSTR 3B നമ്മൾ ഫയൽ ചെയ്യുക ഒക്ടോബർ 20-നാണ്. അപ്പൊ സെപ്റ്റംബർ മാസത്തെ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡേറ്റ് ഒക്ടോബർ 20, ഓർ 2019-20 ആനുവൽ റിട്ടേൺ നമ്മൾ എപ്പോഴാണോ ഫയൽ ചെയ്യുന്നത് അപ്പോൾ. ഇതില് ഏർലിയർ ഡേറ്റ് ഏതാണോ ആ ഡേറ്റ് വരെയാണ് എനിക്ക് ITC എടുക്കാൻ പറ്റുള്ളൂ. അതായത് 19-20 ഫിനാൻഷ്യൽ ഇയറിൽ ഞാൻ ചെയ്ത ഒരു പർച്ചേസിന്റെ ക്രെഡിറ്റ് എടുക്കണമെങ്കിൽ ഒന്നല്ലെങ്കിൽ ആ കൊല്ലത്തെ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡേറ്റ്, അല്ലെങ്കിൽ ആ കൊല്ലം കഴിഞ്ഞ് വരുന്ന ഫിനാൻഷ്യൽ ഇയറിലെ സെപ്റ്റംബർ മാസത്തെ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡ്യൂ ഡേറ്റ് എന്ന് വെച്ചാൽ ഒക്ടോബർ 20 ആണ് എല്ലാ കേസിലും. ഈ 2 ഡേറ്റ്, ഒക്ടോബർ 20 അല്ലെങ്കിൽ ആനുവൽ റിട്ടേൺ ഡേറ്റ്, ഈ 2 ഡേറ്റിൽ ഏർലിയർ ഡേറ്റ്, ആദ്യം വരുന്ന ഡേറ്റ് ഏതാണോ ആ ഡേറ്റ് വരെയാണ് എനിക്ക് ക്രെഡിറ്റ് എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് ആക്ട് പറയുന്നത്. ഇതോടുകൂടി സെക്ഷൻ 16-ലെ എൻറ്റയർ ഡിസ്കഷൻ നമ്മൾ കഴിഞ്ഞു. സെക്ഷൻ 16 വിത്ത് റിലവന്റ് റൂൾസ് നമ്മൾ കവർ ചെയ്തു. ഇത് മൊത്തം സെക്ഷൻ 16-ലല്ല പറയുന്നത്, ഇത് സെക്ഷൻ 16 റെഡ് വിത്ത് റിലവന്റ് റൂൾസ് ആണ് പറയുന്നത്.
അത് മൊത്തം നമ്മൾ ഈ ഒരു സ്ലൈഡിൽ തീർത്തു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. അപ്പൊ അടുത്ത ഡിസ്കഷൻ നമുക്കറിയാം, ഞാനൊന്നും പഠിക്കുന്ന ടൈമിൽ എനിക്ക് എന്റെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയിട്ടില്ല, പിന്നീട് വർക്കിന്റെ ഇടയിൽ പഠിച്ചെടുത്തതാണ്. അപ്പൊ ഇത് അധികം ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊന്നും സംസാരിക്കില്ല, പിന്നെ ഭയങ്കര ടഫാണ് എന്നുള്ളൊരു പ്രെജുഡിസ് മൈൻഡ് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് അതവിടെ തകർക്കാൻ പോവാണ്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഒരു 10 പേജോളം ഈ സാധനമാണ് കൊടുത്തിരിക്കുന്നത്. ആ 10 പേജിനെ നമ്മൾ വളരെ ചുരുക്കിയിട്ട് കുറച്ച് പേജുകളിലേക്കാക്കി മാറ്റി വളരെ ചെറുതാക്കി ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. റൂൾ 42-43 എന്നാണ് ഇതിന്റെ പേര്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിക്കാം, ക്വാളിഫൈ ചെയ്ത ചാർട്ടേഡ് അക്കൗണ്ടൻസിനോട് ചോദിക്കാം, റൂൾ 42-43 അറിയോ എന്ന് പറഞ്ഞാൽ ചിലവർ കൈമലർത്തും. കാരണം പലർക്കും ഇപ്പോഴും അറിയില്ല, വർക്ക് ഫീൽഡിൽ അവർക്ക് ആവശ്യം വന്നിട്ടുണ്ടായിരിക്കില്ല ചിലപ്പോൾ, പക്ഷെ ഇത് ഒരുപാട് യൂസ് വരുന്ന ഒരു ഐറ്റം ആണ്. അപ്പൊ എക്സാമിൽ വന്നാലും നമുക്ക് അത് എളുപ്പമാവുന്ന രീതിയിൽ റൂൾ 42-43 നമ്മൾ ഇന്നോട് പഠിക്കാൻ പോവാണ്. ഓക്കെ, കുറച്ച് ശ്രദ്ധിച്ചോളൂ. ആ പേനയുടെ പേപ്പറിന്റെ ആവശ്യം ഇപ്പോഴാണ് വരുന്നത്. എന്താണ് റൂൾ 42-43 നോക്കാം. ആദ്യം സെക്ഷൻ 17 അപ്പോർച്ച്മെന്റ് ഓഫ് ക്രെഡിറ്റ് ആൻഡ് ബ്ലോക്ക് ക്രെഡിറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് സെക്ഷൻ 16 നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ 17 ആണ്. സെക്ഷൻ 17ന്റെ ടൈറ്റിൽ പേരെന്താ? അപ്പോർഷൻമെന്റ് ഓഫ് ക്രെഡിറ്റ് ആൻഡ് ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്. അതായത് ഈ ക്രെഡിറ്റ് ചില കേസുകളിൽ മൊത്തം എടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അതിലത്തെ ഒരു ഭാഗമാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ 1000 രൂപ ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ ചില കേസുകളിൽ എനിക്ക് 500 എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ കേസുകൾ ഏത്, എങ്ങനെയാണ് നമ്മൾ 500നെ കണ്ടുപിടിക്കുക? അതായത് 1000ൽ 500 എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ, ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് പറയുന്ന സെക്ഷനാണ് അപ്പോർച്ച്മെന്റ് ഓഫ് ക്രെഡിറ്റ്. ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ സംസാരിച്ചു, 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആയ ക്രെഡിറ്റ് എടുക്കാന്നല്ലേ. നിങ്ങൾ എന്തൊക്കെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആയിക്കോളൂ, നിങ്ങൾ എങ്ങനെയൊക്കെ തലകുത്തി മറിഞ്ഞാലും ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ഉണ്ട് GSTയിൽ. ആ ലിസ്റ്റിന്റെ അണ്ടറിൽ വരുന്ന ITC ആണെങ്കിൽ, ആ ലിസ്റ്റിന്റെ താഴെ വരുന്ന ക്രെഡിറ്റ് ആണെങ്കിൽ, ആ ലിസ്റ്റിന്റെ താഴെ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സർവീസ് ആണെങ്കിൽ, നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, ഞങ്ങൾ നിങ്ങൾക്ക് ക്രെഡിറ്റ് തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് ഇരിക്കുന്നുണ്ട്. അപ്പൊ ആ ലിസ്റ്റിന്റെ അണ്ടറിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണ്? ഈ 2 കാര്യങ്ങളാണ് സെക്ഷൻ 17 പറയുന്നത്. അപ്പൊ നമുക്ക് ആ ഡിസ്കഷനിലേക്ക് പോവാം. ഒരു ബേർഡ്സ് ഐ വ്യൂ നിങ്ങൾക്ക് അവിടെ കാണാം. അതായത് സെക്ഷൻ 17 സബ്സെക്ഷൻ 1 സബ്സെക്ഷൻ 2 ആൻഡ് സബ്സെക്ഷൻ 3നെ ഒരു ബേർഡ്സ് ഐ വ്യൂ ആക്കി മാറ്റിയതാണ് ഈ കാണുന്നത്. ഒരു ഫ്ലോ ചാർട്ട് ആക്കി മാറ്റിയിട്ടുണ്ട്. ഈ 3 സെക്ഷൻസിലും സംസാരിക്കുന്ന കാര്യം ഇവിടെ ഉണ്ട്. ആ ബോർഡിൽ വരയ്ക്കുന്ന വ്യക്തി ആരാണെങ്കിലും അതൊന്നും ദയവ് ചെയ്ത് നിർത്തണേ. കാരണം നിങ്ങൾ വരച്ച ഇവിടെ എല്ലാവർക്കും കാണാം, എനിക്കും കാണാം, നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും കാണാം. ഓക്കെ, ഇത്തവണ ഞാൻ തന്നെ വായിച്ചിട്ടുണ്ട്, അടുത്ത തവണ നിങ്ങൾ ഇനീഷ്യേറ്റീവ് എടുത്ത് വായിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോ ആ 3 സെക്ഷനിൽ എന്താ പറയണമെന്ന് നോക്കാം. അതില് ഫസ്റ്റ് എന്താ പറയണേ, എങ്ങനെ തുടങ്ങണേ? ഗൂഡ്സ് ഓർ സർവീസസ് പർച്ചേസ്ഡ് ബൈ പേയിങ് GST. ഒരു വ്യക്തി GST അടച്ചിട്ട് ഒരു ഗുഡ് അല്ലെങ്കിൽ ഒരു സർവീസ് മേടിച്ചു. അതായത് ജോണിന്റെ എക്സാമ്പിളിലേക്ക് നമുക്ക് പോവാം. ജോൺ GST കൊടുത്തുകൊണ്ട് അവിടെ മൊബൈൽ ഫോൺ മേടിച്ച പോലെ ഒരു വ്യക്തി GST കൊടുത്തിട്ട് ഗൂഡ്സ് ഓർ സർവീസ് മേടിച്ചു. നല്ല കാര്യം. അയാൾ ഒരു ബിസിനസ്മാൻ ആണെങ്കിൽ അയാൾക്ക് ITC എടുക്കാം അല്ലെ. അപ്പൊ നമുക്ക് അസ്യൂം ചെയ്യാം അയാൾ ഒരു ബിസിനസ്മാൻ ആണ്. ഇനി എന്ത് സംഭവിക്കണം? ആ സാധനം, ആ പ്രോഡക്റ്റ് ഇയാള് യൂസ്ഡ് പാർട്ട്ലി ഫോർ ബിസിനസ് ആൻഡ് പാർട്ട്ലി ഫോർ നോൺ ബിസിനസ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഫർണിച്ചർ മേടിക്കാം നമുക്ക് ഓഫീസിലേക്ക്, ടേബിൾ മേടിക്കാം, ചെയർ മേടിക്കാം, ഇതൊക്കെ മേടിക്കാം ബിസിനസ് യൂസിന് വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ അങ്ങനെ ടേബിളും ചെയറൊക്കെ മേടിച്ചു ഈ വ്യക്തി. പക്ഷെ ആ വ്യക്തി ഈ ടേബിളും ചെയറും പകുതി ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തു, പകുതി നോൺ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തു. അപ്പൊ നമുക്ക് ITC എങ്ങനെയാണ് കിട്ടുക എന്നുള്ളതാണ് പറയുന്നത്. ആക്ട് പറയാണ് ITC അവൈലബിൾ ഓൺലി ആസ് ആട്രിബ്യൂട്ടബിൾ ടു ബിസിനസ് പർപ്പസ്. നിങ്ങൾക്ക് ITC എടുക്കണമെങ്കിൽ ആ സാധനം ബിസിനസ് പർപ്പസിന് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ ഒരു ടേബിളിനകത്ത് തന്നെ ബിസിനസ് പർപ്പസിനും എന്റെ നോൺ ബിസിനസ് പർപ്പസിനും, അതായത് ഞാൻ ചിലപ്പോൾ എന്റെ വീട്ടിലത്തെ ആവശ്യത്തിന് യൂസ് ചെയ്തു എന്ന് വരും. ടേബിളും ചെയർ ഒരു എക്സാമ്പിൾ ആണ്, നിങ്ങൾക്ക് എന്ത് എക്സാമ്പിൾ വേണമെങ്കിൽ ചിന്തിക്കാം. അങ്ങനെ ഞാനൊരു നോൺ ബിസിനസ് പർപ്പസിനും ബിസിനസ് പർപ്പസിനും കൂടി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയാണോ GST എമൗണ്ട്, എത്രയാണോ ITC ക്രെഡിറ്റ് എമൗണ്ട്, 1000 രൂപയാണെങ്കിൽ 1000 രൂപയിൽ ബിസിനസിന് വേണ്ടി ഉപയോഗിച്ച പ്രപ്പോർഷൻ എത്രയാണോ അത്ര ITC മാത്രം നിങ്ങൾക്ക് തരാൻ പറ്റും. ഇപ്പൊ 400 രൂപ നിങ്ങൾ ബിസിനസിനാണ് യൂസ് ചെയ്തത്, 600 രൂപയുടെ ക്രെഡിറ്റ് നിങ്ങൾ നോൺ ബിസിനസിനാണ് യൂസ് ചെയ്തതെന്നുണ്ടെങ്കിൽ
400 മാത്രമേ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. നമുക്കൊരു ഡൗട്ട് വരാം, ദൈവം ഇത് എങ്ങനെയാണ് ഇപ്പൊ ഇതിങ്ങനെ വീതിക്കുക? ഞാൻ എത്ര ശതമാനമാണ് വീട്ടിലേക്ക് യൂസ് ചെയ്തതെന്നൊക്കെ ഞാൻ എങ്ങനെ അറിയാം? ഒരു രക്ഷയില്ലല്ലോ എന്നൊക്കെ വിചാരിക്കാം. അതിനുള്ള ആൻസർ ആണ് റൂൾ 42-43 തരുന്നത്. ഗോട്ട് ഇറ്റ്? അടുത്തൊരു ലെഗ് വരാം. ഇതേപോലെ ഗുഡ്സും സർവീസും മേടിച്ചു. ആ സെയിം സാധനം അയാള് ടാക്സബിൾ സപ്ലൈ ചെയ്യാനും യൂസ് ചെയ്തു, എക്സംപ്റ്റ് സപ്ലൈ ചെയ്യാനും യൂസ് ചെയ്തു. നമുക്കറിയാം എക്സംപ്റ്റ് സപ്ലൈയുടെ മുകളിലുള്ള ക്രെഡിറ്റ്, അതായത് ഞാനൊരു സാധനം പർച്ചേസ് ചെയ്തു, ആ സാധനത്തിന്റെ മുകളിലുള്ള ക്രെഡിറ്റ്, ആ സാധനം ഞാനൊരു എക്സംപ്റ്റ് സപ്ലൈ വിൽക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ക്രെഡിറ്റ് എടുക്കാൻ പറ്റില്ല. കാരണം എക്സംപ്റ്റ് സപ്ലൈ ചെയ്യുന്ന ടൈമിൽ എന്റെ റെസിപ്പിയന്റിന്റെ കയ്യിൽ നിന്ന് ഞാൻ ടാക്സ് കളക്ട് ചെയ്യണില്ല. അപ്പൊ എന്റെ റെസിപ്പിയന്റിന്റെ കയ്യിൽ നിന്ന് ഞാൻ ടാക്സ് കളക്ട് ചെയ്യണില്ലെങ്കിൽ ഞാൻ ആ സാധനം പർച്ചേസ് ചെയ്ത ടൈമിലുള്ള ടാക്സും എനിക്ക് തിരിച്ചു തരില്ല. കാരണം എന്തായി? ഞാനായി അതിന്റെ എൻഡ് കൺസ്യൂമർ അല്ലെ? അപ്പൊ നമുക്കറിയാം എക്സംപ്റ്റ് സപ്ലൈക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്തെന്നുണ്ടെങ്കിൽ എനിക്ക് ക്രെഡിറ്റ് കിട്ടില്ല. ബട്ട് ടാക്സബിൾ സപ്ലൈ ചെയ്യാനാണ് ഞാൻ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്തെന്നുണ്ടെങ്കിൽ എനിക്ക് ക്രെഡിറ്റ് കിട്ടും. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഞാൻ ഇത് രണ്ടും ചെയ്യുന്നുണ്ട്, ഞാൻ ടാക്സബിൾ സപ്ലൈ ചെയ്യുന്നുണ്ട്, എക്സംപ്റ്റ് സപ്ലൈ ചെയ്യുന്നുണ്ട്, അപ്പൊ എന്തായിരിക്കും അവസ്ഥ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആക്ട് പറയാണ്, നിങ്ങൾ എത്രയാണോ ടാക്സബിൾ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത് അത്രയും ക്രെഡിറ്റ് നിങ്ങൾ എടുത്തോളൂ. നിങ്ങൾ എത്രയാണോ എക്സംപ്റ്റ് സപ്ലൈ ചെയ്യാൻ വേണ്ടി എടുത്തത് അത് തരാൻ പറ്റില്ല എന്ന് പറയാണ്. അട്രിബ്യൂട്ടബിൾ ടു ടാക്സബിൾ സപ്ലൈ. ഇപ്പൊ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ശതമാനം കണ്ടുപിടിക്കണം അല്ലെ? എത്രയാണ് ടാക്സബിളിന് ഉപയോഗിച്ചത്, എത്രയാണ് എക്സംപ്റ്റിന് ഉപയോഗിച്ചത്, എത്രയാണ് ബിസിനസിന് യൂസ് ചെയ്തത്, എത്രയാണ് നോൺ ബിസിനസിന് യൂസ് ചെയ്തത് നമുക്കറിയണം. അപ്പൊ അതിലേക്കാണ് നമ്മൾ പോകണം. ഇവിടെ നേരത്തെ പറഞ്ഞ എക്സംപ്റ്റ് സപ്ലൈക്ക് വേണ്ടി യൂസ് ചെയ്തത് നമുക്ക് ക്രെഡിറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞു. ഇവിടെ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എക്സംപ്റ്റ് സപ്ലൈയുടെ ഡെഫിനിഷനിൽ എന്തൊക്കെ പെടും എന്നറിയണം അല്ലെ? എക്സംപ്റ്റ് സപ്ലൈ എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷനിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കും എന്ന് അറിയണം. എന്നാലാണ് എന്താണ് എക്സംപ്റ്റ് സപ്ലൈ എന്ന് അറിയാൻ പറ്റുള്ളൂ. എക്സംപ്റ്റ് സപ്ലൈ എന്താന്ന് അറിയണം, നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോ എക്സംപ്റ്റ് സപ്ലൈക്ക് GSTയിൽ ഒരു ഡെഫിനിഷൻ ഉണ്ട്, അതവിടെ ഇരിക്കട്ടെ. ആ GST ഡെഫിനിഷന് പുറമെ ഈ പർപ്പസിന് വേണ്ടിയിട്ട് എന്താണ് ഇപ്പൊ ഇവിടുത്തെ പർപ്പസ്? സെക്ഷൻ 17 പർപ്പസ് എന്താണ്? എലിജിബിൾ ക്രെഡിറ്റും ഇൻഎലിജിബിൾ ക്രെഡിറ്റും കണ്ടുപിടിക്കുക എന്നുള്ള ഈ പർപ്പസിന് വേണ്ടിയിട്ട് എക്സംപ്റ്റ് സപ്ലൈക്ക് ഒരു പ്രത്യേക തരം ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ട്. സെക്ഷൻ 17 പർപ്പസിന് വേണ്ടി മാത്രം. ആ ഡെഫിനിഷൻ എന്താന്ന് ഇപ്പൊ നമുക്ക് നോക്കാം. സാധാരണ എക്സംപ്റ്റ് സപ്ലൈ എന്താണെന്ന് നമുക്കറിയാം അല്ലെ? ഇറ്റ് ഇൻക്ലൂഡ്സ് എ enumerated സപ്ലൈ, ഇറ്റ് ഇൻക്ലൂഡ്സ് എ നോൺ ടാക്സബിൾ സപ്ലൈ, ഇറ്റ് ഇൻക്ലൂഡ്സ് സപ്ലൈസ് നോട്ടിഫൈഡ് അണ്ടർ ലിസ്റ്റ്. അതൊക്കെയാണ് സാധാരണ എക്സംപ്റ്റ് സപ്ലൈ. സെക്ഷൻ 17 പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന എക്സംപ്റ്റ് സപ്ലൈയുടെ ഡെഫിനിഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. 2 ലെഗ് ഉണ്ട്, ഇൻക്ലൂഡും കാണാം, എക്സ്ക്ലൂഡും കാണാം. അപ്പൊ എക്സംപ്റ്റ് സപ്ലൈയിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളത് നോക്കാം. സപ്ലൈസ് നോട്ടിഫൈഡ് ആസ് എക്സെപ്റ്റ്. ആക്ടില് എക്സംപ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടിഫൈ ചെയ്തിരിക്കുന്ന കുറച്ച് ഗൂഡ്സ് ഓർ സർവീസ്, അത് എക്സംപ്റ്റ് സപ്ലൈ ആണ്. ഓക്കെ, ഇത് നമുക്കറിയാം. നിൽ റേറ്റഡ് സപ്ലൈ. നിൽ റേറ്റഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ? ചില പ്രൊഡക്ട്സിന്റെ മുകളിലുള്ള ടാക്സ് റേറ്റ് 0% ആയിരിക്കും. അപ്പൊ അതിനെ നമ്മൾ നിൽ റേറ്റഡ് സപ്ലൈ എന്ന് വിളിക്കും. ഇപ്പൊ സിറിയൽസ്, പൾസസ്, ഗ്രെയിൻസ്, ഇതിന്റെയൊക്കെ മുകളിലുള്ള ടാക്സ് റേറ്റ് 0 ആണ്. അപ്പൊ അതിനെ നമ്മൾ നിൽ റേറ്റഡ് സപ്ലൈ എന്ന് വിളിക്കും. അപ്പൊ നിൽ റേറ്റഡ് സപ്ലൈയും എക്സംപ്റ്റ് സപ്ലൈ ആയിട്ട് കൂട്ടണം. നോൺ ടാക്സബിൾ സപ്ലൈ. നോൺ ടാക്സബിൾ സപ്ലൈ പറഞ്ഞാൽ നമുക്കറിയാം ആൽക്കഹോള്, പെട്രോളിയം പ്രോഡക്ട്സ്, ഇതൊക്കെ നമ്മൾ നോൺ ടാക്സബിൾ സപ്ലൈ ആയിട്ടാണ് കാണുക. അപ്പൊ നോൺ ടാക്സബിൾ സപ്ലൈയും എക്സംപ്റ്റ് സപ്ലൈ ആയിട്ട് കാണണം. അടുത്ത എന്താണ്? RCM സപ്ലൈസ്. എന്താ RCM സപ്ലൈ? ഞാനിപ്പോ ഒരു വക്കീലാണ്, ഞാൻ ലീഗൽ സർവീസ് കൊടുക്കുകയാണെങ്കിൽ എന്റെ റെസിപ്പിയന്റ് റിവേഴ്സ് ചാർജിലാണ് ടാക്സ് അടയ്ക്കുക. അതായത് ഞാൻ കളക്ട് ചെയ്തിട്ടല്ല ഞാൻ ഗവൺമെന്റിന് കൊടുക്കുക, അയാൾ നേരെ പോയിട്ട് ഗവൺമെന്റിന് ടാക്സ് കൊടുക്കും. ഇതിനാണ് RCM സപ്ലൈസ് എന്ന് വിളിക്കുക. അപ്പൊ ഈ RCM സപ്ലൈ ചെയ്യുമ്പോഴും ഇൻഎഫക്റ്റീവ്ലി ഞാൻ എന്താ ചെയ്യുന്നത്? എന്റെ റെസിപ്പിയന്റിന്റെ കയ്യിൽ നിന്ന് ഞാൻ ടാക്സ് മേടിക്കണില്ല. സോ ഇറ്റ് ഈസ് ആൾസോ എ കൈൻഡ് ഓഫ് എക്സംപ്റ്റ് സപ്ലൈ അല്ലെ? എ കൈൻഡ് ഓഫ് എക്സംപ്റ്റ് സപ്ലൈ. ആ കേസുകളിലും എനിക്ക് എന്റെ ITC എടുക്കാൻ പറ്റില്ല. ഗോട്ട് ഇറ്റ്? സെയിൽ ഓഫ് ലാൻഡ്. ഓക്കെ, ഞാനൊരു ഭൂമി വിൽക്കുകയാണ്. നമുക്കറിയാം നോർമലി സെയിൽ ഓഫ് ലാൻഡ് GSTയുടെ ആംബിറ്റിൽ വരുന്ന ഒരു സാധനമല്ല. ബട്ട് ഈ പർപ്പസിന് വേണ്ടിയിട്ട് സെയിൽ ഓഫ് ലാൻഡ് നിങ്ങൾ എക്സംപ്റ്റ് സപ്ലൈ ആയിട്ട് എടുക്കണം എന്നാണ് ആക്ട് പറയുന്നത്. സെയിൽ ഓഫ് ലാൻഡ് ഞാൻ ചെയ്തു, ഞാൻ ഒരു ബിസിനസ്മാൻ ആണ്, എനിക്കൊരു CA ഫേം ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ ആ CA ഫേമില് ഒരു പോർഷൻ ഉണ്ട്, ഒരു
ഒരു കുറച്ച് സെന്റ്, ഒരു 5 സെന്റ് സ്ഥലം ഉണ്ടെന്ന് വിചാരിക്കും. ആ 5 സെന്റ് ഞാൻ വിറ്റു. ആ ഫേം നിൽക്കുന്ന സ്ഥലത്ത് ഒരു 5 സെന്റ് ഞാൻ വിറ്റു. ആ 5 സെന്റ് വിറ്റിട്ട് എനിക്ക് കുറച്ച് പൈസ കിട്ടി. അപ്പൊ എന്തായി? ഇറ്റ് ഈസ് എ സപ്ലൈ അല്ലെ, ഞാൻ ചെയ്യുന്ന ഒരു സപ്ലൈ ആണത്. അപ്പൊ ആ 5 സെന്റ് വിറ്റ് കിട്ടിയ പൈസ ഞാൻ അത് എന്റെ ഒരു എക്സം സപ്ലൈ ആയിട്ട് കാണണം. എക്സം സപ്ലൈയുടെ ടേൺ ഓവറിൽ ഇൻക്ലൂഡഡ് ആക്കണം അത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ സെയിൽ ഓഫ് ലാൻഡിലെ വാല്യൂ എന്താ എടുക്കുക? സപ്ലൈയുടെ ടാക്സബിൾ വാല്യൂ എന്താ എടുക്കുക? സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ആണ് എടുക്കുക. നമ്മൾ ഇൻകം ടാക്സ് പഠിച്ചവർക്ക് അറിയാം. ഇനി സെയിൽ ഓഫ് ബിൽഡിംഗ്. സെയിൽ ഓഫ് ബിൽഡിംഗ് അറിയാം. സെയിൽ ഓഫ് ബിൽഡിംഗ് 2 രീതിയിലാണുള്ളത്. ഒന്ന്, കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതിന്റെ മുൻപേ നടന്ന സെയിൽ ഓഫ് ബിൽഡിംഗ്. 2, കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിന് ശേഷം നടന്ന സെയിൽ ഓഫ് ബിൽഡിംഗ്. ഇതില് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിന്റെ മുൻപേ നടന്ന സെയിൽ ഓഫ് ബിൽഡിംഗ് സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് കണ്ടിട്ട് നമ്മൾ ടാക്സ് അടക്കി. അതുകൊണ്ട് ഇറ്റ് ഈസ് എ ടാക്സബിൾ സപ്ലൈ അല്ലെ. പക്ഷേ സെയിൽ ഓഫ് ബിൽഡിംഗ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷമാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതൊരു ഷെഡ്യൂൾ 3 ഐറ്റം ആണ്. അത് നമ്മൾ GST കൊണ്ടുവരാറില്ല. ബട്ട് സെക്ഷൻ 17 പർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങനെ സെയിൽ ഓഫ് ബിൽഡിംഗ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ സെയിൽ ഓഫ് ബിൽഡിംഗ് ചെയ്ത് കിട്ടിയ പൈസ നിങ്ങൾ ഒരു എക്സം സപ്ലൈ ടേൺ ഓവർ ആയിട്ട് കൺസിഡർ ചെയ്യണം. അതൊരു എക്സം സപ്ലൈ ചെയ്തതായിട്ട് കൺസിഡർ ചെയ്യണം. ലാസ്റ്റ് സാധനം എന്താണ്? സെയിൽ ഓഫ് സെക്യൂരിറ്റീസ്. നമുക്കറിയാം സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് GSTയുടെ ആംബിറ്റിൽ വരുന്നതല്ല. ബട്ട് ഈ പർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങൾ സെയിൽ ഓഫ് സെക്യൂരിറ്റി, നിങ്ങളുടെ ബിസിനസ്സിൽ സെക്യൂരിറ്റികൾ സെയിൽ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതും ഒരു എക്സം സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്യണം. അതിന്റെ വാല്യൂ ഇപ്പൊ എന്താണ് എടുക്കുക? വാല്യൂ ആക്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഞങ്ങളൊരു റിഡക്ഷൻ തരാം. മൊത്തം സെയിൽ വാല്യൂവിന്റെ 1% എടുത്താൽ മതി. നിങ്ങൾ എക്സം ടേൺ ഓവർ ആയിട്ട് 1% എടുത്താൽ മതി എന്ന് പറയുന്നു. ഓക്കെ, ഇതാണ് എക്സം സപ്ലൈ ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് സാധാരണ കേസിൽ എക്സം സപ്ലൈ അല്ല, സെക്ഷൻ 17 പർപ്പസിന് വേണ്ടി മാത്രം. സെക്ഷൻ 17 പർപ്പസ് എന്താ? എലിജിബിൾ ക്രെഡിറ്റും ഇൻഎലിജിബിളും കണ്ടുപിടിക്കുന്ന ഈ പർപ്പസിന് വേണ്ടിയിട്ട് എക്സം സപ്ലൈയുടെ ഡെഫിനിഷനിൽ ഇൻക്ലൂഡഡ് ആയ സാധനങ്ങൾ ഇതൊക്കെയാണ്. ഇനി എന്തൊക്കെയാണ് എക്സ്ക്ലൂഡഡ് ആയ സാധനങ്ങൾ? സർവീസസ് ബൈ വേ ഓഫ് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ്, എക്സ്റ്റെൻഡിങ് ലോൺസ്, അഡ്വാൻസസ്, അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെയും ആരോ വരച്ചിട്ടുണ്ടോ സ്ക്രീനിൽ? അപ്പോ എക്സം സപ്ലൈയുടെ ഡെഫിനിഷനിൽ വരരുത് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയട്ടെ, എക്സം സപ്ലൈയുടെ ഡെഫിനിഷനിൽ വരരുത് എന്ന് പറഞ്ഞ് അവരൊരു ഐറ്റം കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആക്ച്വൽ GST നിയമപ്രകാരം അതൊരു എക്സം സപ്ലൈ ആയിരിക്കും അല്ലെ. ആക്ച്വൽ GST പ്രകാരം അതൊരു എക്സം സപ്ലൈ ആയിരുന്നിട്ട് കൂടി ഈ പർപ്പസിന് വേണ്ടിയിട്ട് അത് എക്സം സപ്ലൈ ആയിട്ട് കാണരുത് എന്ന് ആക്ട് പറയുന്നുണ്ടെങ്കിൽ വേറൊരു ചതി കൂടി അവിടെ ഉണ്ട്. എന്താണ് ആ ചതി? എക്സം സപ്ലൈ ആയിട്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു ടാക്സബിൾ സപ്ലൈ ആയിട്ട് കാണേണ്ടി വരും. ഒരു ചതിയല്ല, അതൊരു ബെനിഫിറ്റ് ആണ്. ഒരു രീതിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോ എക്സം സപ്ലൈ ആയിട്ട് കൂടി ഈ പർപ്പസിന് വേണ്ടിയിട്ട് എക്സം സപ്ലൈ ആയിട്ട് നിങ്ങൾ കാണരുത് എന്ന് പറഞ്ഞാൽ ഇത് നേരെ പോയിട്ട് ടാക്സബിൾ സപ്ലൈയിൽ ഇരിക്കും. ഈ ഐറ്റം നേരെ പോയിട്ട് ടാക്സബിൾ സപ്ലൈയിൽ ഇരിക്കും. അപ്പൊ എന്താണ് ഐറ്റം? നമ്മൾ ഡെപ്പോസിറ്റ് കൊടുക്കുന്നു അല്ലെങ്കിൽ ലോൺ കൊടുക്കുന്നു, എന്നിട്ട് അതിന്റെ മുകളിൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നു, ഡിസ്കൗണ്ട് കിട്ടുന്നു. ഇതൊക്കെ എക്സം സപ്ലൈ ആയിട്ട് കാണേണ്ട ആവശ്യമില്ല. അതർ ദാൻ എ ബാങ്കിങ് കമ്പനി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ബാങ്കിങ് കമ്പനിക്ക് ഈ പ്രൊവിഷൻ അപ്ലിക്കബിൾ അല്ല, കാരണം ബാങ്കിങ് കമ്പനിയുടെ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് ആണത്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്താ? സർവീസ് ബൈ വേ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗൂഡ്സ് ബൈ എ വെസൽ ഫ്രം ദി കസ്റ്റം സ്റ്റേഷൻ ഓഫ് ക്ലിയറൻസ് ഇൻ ഇന്ത്യ ടു എ പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യയിലെ ഒരു സ്ഥലത്ത് നിന്നും ഗുഡ്സ് ഇന്ത്യയിൽ തന്നെ വേറൊരു പുറത്ത് സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെസൽ ഉപയോഗിക്കുകയാണ്, ഷിപ്പ് ഉപയോഗിക്കുകയാണ്. അപ്പൊ ഈ സർവീസ് ആണ് ഒരു വ്യക്തി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സർവീസും ഒരു എക്സം സപ്ലൈ ആയിട്ട് കാണണം. സോറി, എക്സം സപ്ലൈ ആയിട്ട് കാണരുത് എന്നാണ് ആക്ട് പറയുന്നത്. അപ്പൊ ഈ രണ്ടെണ്ണം എക്സം സപ്ലൈ ആയിട്ട് കാണരുത്, ഈ രണ്ടെണ്ണം ഒരു ടാക്സബിൾ സപ്ലൈ ആയിട്ട് കാണണം. അപ്പൊ ഇങ്ങനെയാണ് എക്സം സപ്ലൈയുടെ ഡെഫിനിഷൻ പറയുന്നത്. ഈ ഡെഫിനിഷൻ നിങ്ങൾ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു ഓവറോൾ ഐഡിയ ഉണ്ടായാൽ മതി. പക്ഷെ ഈ ഡെഫിനിഷൻ എന്ത് പർപ്പസിനാണ്? സെക്ഷൻ 17 പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഞാൻ അവിടെ ഒരു പോയിന്റ് പറയുന്നുണ്ട്, സീറോ റേറ്റഡ് സപ്ലൈസ് വിൽ ബി ട്രീറ്റഡ് ആസ് ടാക്സബിൾ സപ്ലൈ അണ്ടർ സെക്ഷൻ 17 എന്ന് പറയുന്നത്. അപ്പൊ എക്സം സപ്ലൈ എന്താ നമ്മൾ സംസാരിച്ചു. ഇനി ടാക്സബിൾ സപ്ലൈയിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആവും എന്നുള്ളത് നോക്കണം. ഒന്നുമില്ല, ടാക്സബിൾ സപ്ലൈ നിങ്ങൾക്ക് അറിയാവുന്ന നോർമൽ ടാക്സബിൾ സപ്ലൈ തന്നെയാണ്. പക്ഷെ സീറോ റേറ്റഡ് സപ്ലൈനെ നിങ്ങൾ ഒരു ടാക്സബിൾ സപ്ലൈ ആയിട്ട് കാണണം. ഇവിടെ പലർക്കും ഡൗട്ട് വരും, എന്താണ് ഈ സീറോ റേറ്റഡ് സപ്ലൈ? അപ്പോൾ ഓൾറെഡി നിൽ റേറ്റഡ് വന്നു. എന്താണ് സീറോ റേറ്റഡ് നിൽ റേറ്റഡ് തമ്മിലുള്ള വ്യത്യാസം? ഞാൻ പറഞ്ഞു നിൽ റേറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് 0% ആണോ അട്രാക്ട് ചെയ്യുന്നത്, അപ്പൊ അത് നിൽ റേറ്റഡ് ആണ്. സീറോ റേറ്റഡ് എന്ന് പറയുന്നത് എക്സ്പോർട്ട് ചെയ്യുന്നതിനെയും സപ്ലൈ ടു സ്പെഷ്യൽ എക്കണോമിക് സോൺ ചെയ്യുന്നതിനെയും GSTയുടെ ആംബിറ്റിൽ വിളിക്കുന്ന ഒരു പേരാണ് സീറോ റേറ്റഡ് സപ്ലൈ. ഓക്കെ,
അതിന്റെ അർത്ഥം അവിടെ 0 അല്ല, 0 ആണ് പെർസെന്റേജ് എന്നല്ല. പെർസെന്റേജ് 12 ആവാം, 18 ആവാം, 28 ആവാം, എന്തും ആവാം. ബട്ട് സീറോ റേറ്റഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് എക്സ്പോർട്ട് ആൻഡ് സപ്ലൈ ടു സ്പെഷ്യൽ എക്കണോമിക് സോൺ. ഇത് രണ്ടും മാത്രമാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അതിന് എന്തുകൊണ്ടാണ് സീറോ റേറ്റഡ് സപ്ലൈ എന്നുള്ള ഒരു പേര് വന്നതെന്നൊക്കെയുള്ള റീസൺ പലർക്കും അറിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. ആ റീസൺ അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ മെസ്സേജ് ചെയ്താൽ ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പൊ അത് ഒരു ടാക്സബിൾ സപ്ലൈ ആയിട്ട് കാണണം. ഗോട്ട് ഇറ്റ്. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? എക്സം സപ്ലൈയും ടാക്സബിൾ സപ്ലൈ എന്താണെന്ന് പഠിച്ചു ഈ പർപ്പസിന് വേണ്ടി. ഇനി ഇവിടെ ഒരു ടേബിൾ വരികയാണ്. ഇതില് ജോൺ പർച്ചേസ്ഡ് ഇൻപുട്ട് സർവീസസ് ആൻഡ് ക്യാപിറ്റൽ ഗുഡ്സ്. ഓക്കെ, ജോണ് ഇൻപുട്ട് മേടിച്ചു, ഇൻപുട്ട് സർവീസ് മേടിച്ചു, ക്യാപിറ്റൽ ഗുഡ് മേടിച്ചു. ഇതൊക്കെ എന്താണ്? ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽസ് അല്ലെ. ഇൻപുട്ട് സർവീസ് എന്ന് പറഞ്ഞാൽ എന്ത് സർവീസും ആവാം. ഇപ്പൊ ഒരു ബിസിനസ് സ്ഥാപനം കൺസൾട്ടൻസി സർവീസ് മേടിക്കുകയാണെങ്കിൽ ആ ബിസിനസ് സ്ഥാപനം എന്താണ് മേടിക്കുന്നത്? ഒരു ഇൻപുട്ട് സർവീസ് ആണ് മേടിക്കുന്നത്. ഗോട്ട് ഇറ്റ്. ക്യാപിറ്റൽ ഗുഡ്സ് മേടിക്കാം. ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുന്ന എല്ലാ ഗുഡ്സും, മെഷീനറി, പ്ലാന്റ്, അങ്ങനത്തെ സാധനങ്ങൾ. ഇതൊക്കെ മേടിച്ചു. ഇതിന്റെയൊക്കെ എലിജിബിലിറ്റി എങ്ങനെയാണ് എന്നാണ് ഇപ്പൊ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എക്സ്ക്ലൂസീവ്ലി യൂസ്ഡ് ഫോർ നോൺ ബിസിനസ് പർപ്പസ്. ഞാൻ പർച്ചേസ് ചെയ്ത ഇൻപുട്ട് സർവീസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ് നോൺ ബിസിനസ് പർപ്പസിന് വേണ്ടി മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എന്താണ് നോൺ ബിസിനസ് പർപ്പസ്? ബിസിനസ് പർപ്പസ് അല്ലാത്ത ഒരു പർപ്പസിന് വേണ്ടി മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ITC ഈസ് ഇൻഎലിജിബിൾ. എക്സ്ക്ലൂസീവ്ലി ബിസിനസ് പർപ്പസിനാണെങ്കിൽ ITC ഈസ് എലിജിബിൾ. എക്സ്ക്ലൂസീവ്ലി എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി മാത്രം എന്നാണ് അർത്ഥം. എക്സ്ക്ലൂസീവ്ലി യൂസ്ഡ് ഫോർ ഡൂയിങ് എക്സം സപ്ലൈ ആണെങ്കിൽ ITC വീണ്ടും ഇൻഎലിജിബിൾ, തരാൻ പറ്റില്ല. എക്സ്ക്ലൂസീവ്ലി യൂസ്ഡ് ഫോർ ഡൂയിങ് ടാക്സബിൾ സപ്ലൈ ആണെങ്കിൽ ITC എലിജിബിൾ. ഇങ്ങനെയാണ് ആദ്യത്തെ 4 വരുന്നത്. അടുത്ത 2 നമ്മുടെ കളി ഇരിക്കണം. കോമൺലി യൂസ്ഡ് ഫോർ ഡൂയിങ് നോൺ ബിസിനസ് ആൻഡ് ബിസിനസ് പർപ്പസ്. ഈ മേടിച്ച സാധനം ഞാൻ എന്റെ നോൺ ബിസിനസ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്, ബിസിനസ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഒന്നും ചെയ്യണ്ട. റൂൾ 42-43 പ്രകാരം അപ്പോർഷൻ ചെയ്യണം. എന്ത് ചെയ്യണം? അപ്പോർഷൻ ചെയ്യണം, അതായത് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ 42-43 എന്താ നമുക്ക് പഠിക്കണം അല്ലെ? പഠിക്കണം. കോമൺലി യൂസ്ഡ് ഫോർ ഡൂയിങ് എക്സം സപ്ലൈ ആൻഡ് ടാക്സബിൾ സപ്ലൈ. എക്സം സപ്ലൈ ചെയ്യാനും ഉപയോഗിക്കുന്നുണ്ട്, ടാക്സബിൾ സപ്ലൈ ചെയ്യാനും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോഴും എന്ത് ചെയ്യണം? 42-43 പ്രകാരം അപ്പോർഷൻ ചെയ്യണം. എന്തിനെയാണ് അപ്പോർഷൻ ചെയ്യേണ്ടത്? കോമൺ ക്രെഡിറ്റ്. ഇങ്ങനത്തെ ക്രെഡിറ്റുകളെ, അതായത് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ, ഇത് എക്സ്ക്ലൂസീവ്ലി ആണ് എന്ന് പറയാൻ പറ്റാത്ത ഒരു ക്രെഡിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു ITC ഉണ്ട് എന്നുണ്ടെങ്കിൽ, ആ ITCയെ നിയമം വിളിക്കുന്ന പേരാണ് കോമൺ ക്രെഡിറ്റ്. ഇറ്റ്സ് നോട്ട് ആൻ എക്സ്ക്ലൂസീവ് ക്രെഡിറ്റ്, ഇറ്റ്സ് എ കോമൺ ക്രെഡിറ്റ് അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ടെർമിനോളജി കോമൺ ക്രെഡിറ്റ് ആണ്. ഇനി നമുക്ക് ജോണിന്റെ കഥയിലേക്ക് കിടക്കാം. നമ്മുടെ 42ന്റെ ഡിസ്കഷനിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൂൾ 42 ആണ്. റൂൾ 42 എന്താണ് പറയണേ? ഇൻപുട്ട് അല്ലെങ്കിൽ ഇൻപുട്ട് സർവീസുകൾക്ക് മാത്രമാണ് റൂൾ 42 അപ്ലിക്കബിൾ ആവുള്ളൂ. അതായത് ഇൻപുട്ട് മേടിച്ചു അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് സർവീസ് മേടിച്ചു, ഇതിന്റെ മുകളിലുള്ള ക്രെഡിറ്റിന്റെ മുകളിലാണ് ഈ കൺഫ്യൂഷൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്യേണ്ടത് റൂൾ 42 ആണ്. ഓക്കെ, അപ്പൊ നമുക്കൊരു കേസിലേക്ക് പോവാം. മനോഹരമായ ഒരു കേസ് സ്റ്റഡി വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് പഠിക്കാം. എന്താണ് കേസ്? ഔട്ട്വേർഡ് സപ്ലൈ ചെയ്യാണ്. ആരാണ് ചെയ്യുന്നത്? ജോൺ ഒരു ഔട്ട്വേർഡ് സപ്ലൈ ചെയ്യണം ഇൻ ദ മന്ത് ഓഫ് ജൂൺ. ജൂൺ മാസത്തിൽ ജോൺ ഒരു ഔട്ട്വേർഡ് സപ്ലൈ ചെയ്യണം. 2 സപ്ലൈ ചെയ്യുന്നുണ്ട്. സെയിൽ ഓഫ് 10 ലാപ്ടോപ്സ് അറ്റ് 50,000 പെർ ലാപ്ടോപ്പ്. അങ്ങനെ 5 lakh rupees, അതായത് 10 ലാപ്ടോപ്പുകൾ ജൂൺ മാസത്തിൽ വിറ്റു. 5 ലക്ഷം രൂപയാണ് അങ്ങനെ ജോണിന് കിട്ടിയത്. ഇതൊരു ടാക്സബിൾ സപ്ലൈ ആണ്, നമുക്കറിയാം അല്ലെ? ഇതിന്റെ മുകളിൽ ടാക്സ് ട്രിഗർ ചെയ്യും. അടുത്തൊരു സപ്ലൈ, ജോൺ ഒരു സപ്ലൈ കൂടി ചെയ്യുന്നുണ്ട്. എന്താണ്? സെയിൽ ഓഫ് 1000 ബോട്ടിൽസ് ഓഫ് വൈൻ. 1000 ബോട്ടിൽ വൈനുകൾ വിൽക്കുന്നുണ്ട്. നല്ല കോമ്പിനേഷൻ ഉള്ള ബിസിനസ്. ഒരു സൈഡിൽ ലാപ്ടോപ്പ് വിൽക്കുന്നു, ഒരു സൈഡിൽ വൈൻ വിൽക്കുന്നു. ഓക്കെ, ആവാം അല്ലെ? ആവരുതെന്ന് പറയാൻ പറ്റില്ല. അപ്പോ വൈൻ ബോട്ടിൽ എങ്ങനെയാ വിൽക്കുന്നത്? 500 രൂപ പെർ വൈൻ ബോട്ടിലാണ് വിൽക്കുന്നത്. അങ്ങനെ അതിൽ നിന്നും ജൂൺ മാസത്തിൽ ഒരു 5 ലക്ഷം രൂപ ഉണ്ടാക്കി. കാരണം ജൂൺ മാസത്തിൽ മൊത്തം 10 ലക്ഷം രൂപയുടെ ബിസിനസ് ചെയ്തു അല്ലെ? ജോൺ ഭയങ്കര റിച്ച് ആയി കാണും. ഈ ചെയ്തതില് വൈൻ ബോട്ടിലിന്റെ സപ്ലൈ എക്സം സപ്ലൈ ആണ്. നമുക്കറിയാം വൈൻ ബോട്ടിലിന്റെ മുകളിൽ നമുക്ക് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല, കാരണം ഇറ്റ്സ് എൻ എക്സം സപ്ലൈ. ഇറ്റ് ഈസ് എ നോൺ ടാക്സബിൾ സപ്ലൈ. ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ് ഫാളിംഗ് അണ്ടർ എക്സം സപ്ലൈ ഡെഫിനേഷൻ. അപ്പൊ ഇതിൽ ഒന്ന് ടാക്സബിൾ സപ്ലൈ, ഒന്ന് എക്സം സപ്ലൈ ആണെന്ന് മനസ്സിലായി.
ഓക്കെ, ഇനിയിപ്പോ എന്താണ് പ്രശ്നം, എവിടെയാണ് പ്രശ്നം വരുന്നത്? മൊബൈൽ ഫോൺ മേടിച്ചു ഈ വ്യക്തി, അതായത് കുറച്ച് ഇൻവേർഡ് സപ്ലൈകൾ ചെയ്തിട്ടുണ്ട്. ഇൻവേർഡ് സപ്ലൈസ് മെയ്ഡ് ബൈ ജോൺ ഇൻ ദ സെയിം മന്ത്, അതായത് ജൂൺ മാസത്തിൽ തന്നെ കുറച്ച് ഇൻവേർഡ് സപ്ലൈസ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇൻവേർഡ് സപ്ലൈസ് നോക്കാം. മൊബൈൽ ഫോൺ ഫോർ നോൺ ബിസിനസ് പർപ്പസ്, അതായത് ജോൺ ഒരു മൊബൈൽ ഫോൺ മേടിച്ചു, പക്ഷെ ആ മൊബൈൽ ഫോൺ യൂസ് ചെയ്തത് നോൺ ബിസിനസ് പർപ്പസിനാണ്. മൊബൈൽ ഫോൺ മേടിച്ചപ്പോ എത്ര രൂപ ടാക്സ് ആയിട്ട് കൊടുത്തു? 18,000 രൂപ. ഈ 18,000 രൂപ ജോണിന് ക്രെഡിറ്റ് എടുക്കാൻ പറ്റുമോ? അവിടെ റെഡ് സിമ്പിൾ കാണുന്നു അല്ലെ, ക്രോസ് റെഡ് സിമ്പിൾ കാണുന്നു. ക്രെഡിറ്റ് എടുക്കാൻ പറ്റില്ല. കാരണം എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു പ്രൊഡക്റ്റ് മേടിച്ചത് ഇഫ് ഇറ്റ് ഈസ് യൂസ്ഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ നോൺ ബിസിനസ് പർപ്പസ്, ആ ക്രെഡിറ്റ് ഇൻഎലിജിബിൾ ആണ്. മനസ്സിലായി? അടുത്തത് റെഫ്രിജറേറ്റർ ടു കീപ് വൈൻ ബോട്ടിൽസ്. ഈ വൈൻ ബോട്ടിൽസ് മേടിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജ് മേടിച്ചു, റെഫ്രിജറേറ്റർ മേടിച്ചു. എത്ര രൂപ ടാക്സ് കൊടുത്തിട്ട്? 1,80,000 രൂപ ടാക്സ് കൊടുത്തിട്ട് മേടിച്ചു. അതിന്റെ മുകളിലുള്ള ITC എലിജിബിൾ ആണോ? വീണ്ടും റെഡ് ക്രോസ് അല്ലെ, എലിജിബിൾ അല്ല. കാരണം നമ്മൾ നേരത്തെ പഠിച്ചു ITC എക്സ്ക്ലൂസീവ്ലി യൂസ്ഡ് ഫോർ ഡൂയിങ് എക്സ്റ്റൻസ് സപ്ലൈ. ഈ റെഫ്രിജറേറ്റർ ടാക്സബിൾ സപ്ലൈ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം റെഫ്രിജറേറ്ററിന്റെ ഉള്ളിൽ ഒരിക്കലും ലാപ്ടോപ്പ് കൊണ്ടുവയ്ക്കാൻ പറ്റില്ല. വയ്ക്കാൻ പറ്റുമായിരിക്കും, വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. അപ്പൊ റെഫ്രിജറേറ്റർ എന്തിനായിരിക്കും യൂസ് ചെയ്യുക? വൈൻ ബോട്ടിൽ വെക്കാൻ വേണ്ടി മാത്രമായിരിക്കും യൂസ് ചെയ്യുക. വൈൻ ബോട്ടിൽ എന്താണ്? ഇറ്റ്സ് ആൻ എക്സ്റ്റൻസ് സപ്ലൈ അല്ലെ, അപ്പോ ആ ക്രെഡിറ്റ് ഇൻഎലിജിബിൾ ആണ്. ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ടു ഡിസ്ട്രിബ്യൂട്ട് ആസ് ഫ്രീ സാമ്പിൾ. ഫ്രീ സാമ്പിൾ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് മേടിച്ചു. നമുക്കറിയാം സെക്ഷൻ 17(5) വായിച്ചവർക്ക് അറിയാം, ഫ്രീ സാമ്പിൾ ആയിട്ട് കൊടുക്കുന്ന ഏത് ഐറ്റവും ITC ഇൻഎലിജിബിൾ ആണ്. അതുകൊണ്ട് ഫ്രീ സാമ്പിൾ ആയിട്ട് കൊടുത്തു എന്നുള്ള കാരണം കൊണ്ട് ഈ 3,600 രൂപയും ഇൻഎലിജിബിൾ ആയിട്ട് മാറി, എലിജിബിൾ അല്ലാണ്ടായി മാറി. അടുത്ത ഐറ്റം എന്തായിരുന്നു? ഒരു പച്ചക്കളർ കാണാണ്ട്, ഒരു സമാധാനത്തിന്റെ വെള്ളരിപ്രാവിനെ കാണാണ്ട് അല്ലെ. വിൻഡോസ് സോഫ്റ്റ്വെയർ മേടിച്ചു. എന്തിനാണ്? ഫോർ ലാപ്ടോപ്സ്. ലാപ്ടോപ്പ് ഇവിടെ ടാക്സബിൾ സപ്ലൈ എന്ന് നമുക്കറിയാം. ആ ലാപ്ടോപ്പുകളിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് വിൻഡോസ് സോഫ്റ്റ്വെയർ പൈസ കൊടുത്ത് മേടിച്ചു ജോൺ. പൈസ മാത്രമല്ല കൊടുത്തത്, എന്റെ കൂടെ ടാക്സ് കൂടി കൊടുത്തു. എത്ര രൂപ കൊടുത്തു? 54,000 രൂപ കൊടുത്തു. ഈ 54,000 രൂപ ക്രെഡിറ്റ് എലിജിബിൾ ആണോ? ആക്ട് എന്താ പറയുന്നത്? എലിജിബിൾ ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് എക്സ്ക്ലൂസീവ്ലി യൂസ്ഡ് ഫോർ ഡൂയിങ് ടാക്സബിൾ സപ്ലൈ. അതായത് വിൻഡോസ് സോഫ്റ്റ്വെയറും കൊണ്ട് ഒരിക്കലും നമുക്ക് വൈൻ ബോട്ടിൽ സോഫ്റ്റ്വെയർ കയറ്റാൻ പറ്റില്ല. വിൻഡോസ് സോഫ്റ്റ്വെയർ നമുക്ക് ലാപ്ടോപ്പിലേക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇറ്റ് ഈസ് യൂസ്ഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ ഡൂയിങ് ടാക്സബിൾ സപ്ലൈ. 54,000 നോക്കണ്ട, 54,000 നിങ്ങൾ ക്രെഡിറ്റ് എടുത്തു, ഒന്നും നോക്കണ്ട. കാരണം ഇറ്റ് ഈസ് എക്സ്ക്ലൂസീവ്ലി ഫോർ ബിസിനസ്, എക്സ്ക്ലൂസീവ്ലി ഫോർ ടാക്സബിൾ സപ്ലൈ. ഗോട്ട് ഇറ്റ്? ഇതുവരെ കിട്ടുന്നേട്ട വളരെ വളരെ ശരിയാണ്, ഒരു പ്രശ്നമില്ല ഇതുവരെ അല്ലെ. കാരണം നമുക്ക് സ്ട്രെയിറ്റ് അവേ അറിയാം. അടുത്ത ഒരു മെയിൻ വിഷയം വരെയാണ്. ഈ ജോൺ എന്ന് പറയുന്ന വ്യക്തി അബൈന്റെ കയ്യിൽ നിന്നും GST കൺസൾട്ടൻസി സർവീസ് മേടിച്ചു. അതായത് ജോൺ എന്നുള്ള വ്യക്തി അബൈന്റെ കയ്യിൽ നിന്ന് GST കൺസൾട്ടൻസി സർവീസ് മേടിച്ചു. പ്രശ്നം വരുന്നത് അവിടെയല്ലേ. കൺസൾട്ടൻസി സർവീസ് മേടിച്ചത് 36,000 രൂപ ക്രെഡിറ്റ് കൊടുത്തിട്ടാണ്, 36,000 രൂപ GST കൊടുത്തിട്ടാണ്. 36,000 രൂപ GST കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അബൈ ഒരു സംഖ്യ ചാർജ് ചെയ്തിട്ടുണ്ടാവും ജോണിന്റെ കയ്യിൽ നിന്ന്, അത് വേറെ കാര്യം. ഈ സാധനം, ഈ കൺസൾട്ടൻസി സർവീസ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം അല്ലെ. GSTനെ കുറിച്ചുള്ള ഡൗട്ടുകളായിരിക്കാം. ഈ കൺസൾട്ടൻസി സർവീസ് ജോൺ പറയാണ്, സർ ഞാനിത് ടാക്സബിൾ സപ്ലൈക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ കൺസൾട്ടൻസി എക്സം സപ്ലൈക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം വൈനിനെ കുറിച്ചും ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരിക്കും എന്റെ അടുത്ത്, ലാപ്ടോപ്പിനെ കുറിച്ചും ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരിക്കും എന്റെ അടുത്ത്. സർ ഞാനിത് നോൺ ബിസിനസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു. അതിപ്പോ എങ്ങനെ നോൺ ബിസിനസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം? വേണമെങ്കിൽ ജോൺ ഭാവിയിൽ തുടങ്ങാൻ പോകുന്ന വല്ല ബിസിനസിനെ കുറിച്ചും എന്റെ അടുത്ത് ഡൗട്ട് ചോദിച്ചാൽ ഇറ്റ് ഈസ് നോട്ട് ഹിസ് കറന്റ് ബിസിനസ് അല്ലെ, ഇറ്റ് ഈസ് ഹിസ് നോൺ ബിസിനസ്. അപ്പൊ ഇതൊക്കെ ഇൻക്ലൂഡ് ആണ് അതില്. ഞാൻ ഈ കൺസൾട്ടൻസി സർവീസ് ഈ 3 കാര്യത്തിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദൈവമേ, ഈ 36,000 എത്ര രൂപ ഞാൻ ക്രെഡിറ്റ് എടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ അവിടെ വരും. അതുകൊണ്ടാണ് ഞാൻ ഒരു മഞ്ഞയില് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കുന്നത്, കൺഫ്യൂസ്ഡ്. ഈ 36,000 രൂപയിൽ എത്ര രൂപ എനിക്ക് എലിജിബിൾ ക്രെഡിറ്റ് ആണെന്ന് എനിക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു. ഇവിടെയാണ് റൂൾ 42ന്റെ കടന്നു വരും. ഈ 36,000 നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? കോമൺ ക്രെഡിറ്റ് എന്ന് പേരിട്ട് വിളിക്കും. ഈ 36,000 ആണ് അപ്പൊ കോമൺ ക്രെഡിറ്റ്. ഇനി ഇതിനെങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. വാട്ട് ഈസ് ടു ബി റിക്വയർഡ് ബൈ ജോൺ? ജോൺ വീണ്ടും നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. സാറേ ഞാൻ എന്ത് ചെയ്യണം സാറേ, ഈ 36,000 ഞാൻ എത്ര രൂപ ക്രെഡിറ്റ് എടുക്കും സാറേ എന്ന് ചോദിച്ചിട്ട് ജോൺ വീണ്ടും എത്തിയിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ജോണിനോട് പറയാണ്, ജോൺ ഷുഡ് നോട്ട് അവൈൽ ITC ഓഫ് മൊബൈൽ ഫോൺ,
refrigerator and Bluetooth headset because those are used for non-business purpose, for exam supply and blocked credit. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം അല്ലേ, ആ ഇന്ത്യ മാർക്കറ്റ് വെച്ച കാര്യം, മൊബൈൽ ഫോണ്, റെഫ്രിജറേറ്റർ, ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ്, ഇതിന്റെ മുകളിലുള്ള GST ITC ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് forget about that, അത് മറന്നോളൂ എന്ന് പറയുന്നത്. ജോണ് ശരി, ഞാൻ മറക്കാം, റെഡിയാണ്, അത് പോട്ടെ എന്ന് വെക്കാം, ബാക്കിയുള്ളതിലും കിട്ടിയാൽ മതി. ഈ അവൈൽ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, എടുക്കുക അല്ലെ. സ്റ്റെപ്പ് 2 എന്താ പറയണേ, ജോൺ ഷുഡ് അവൈൽ ദി റിമൈനിങ് ITC ടു ഹിസ് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ. ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കും. ആ ക്രെഡിറ്റ് ലെഡ്ജറിലേക്ക് ബാക്കിയുള്ള ക്രെഡിറ്റ് എടുത്തിട്ടോളൂ. ബാക്കിയുള്ള ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ 54,000 രൂപയുണ്ട്, 36,000 രൂപയുണ്ട്, അങ്ങനെ 90,000 രൂപയുടെ ഒരു ക്രെഡിറ്റ് ഉണ്ട് അല്ലെ. ഈ രണ്ട് ക്രെഡിറ്റും നിങ്ങൾ എടുത്തോളൂ, ക്രെഡിറ്റ് ലെഡ്ജറിലേക്ക് എടുത്തിട്ടോളൂ. ഇട്ട് മാത്രം ചെയ്താൽ മതി, യൂട്ടിലൈസ് ചെയ്യണം എന്ന് പറയില്ല, ക്രെഡിറ്റ് ലെഡ്ജറിൽ എടുത്തു വെച്ചോളൂ. ഓക്കെ, അപ്പൊ ജോണ് നമ്മൾ പറയുന്ന പോലെ ഒക്കെ കേട്ടു. നമ്മുടെ അടിമക്കണ്ണാണ് ജോൺ എന്ന് തോന്നുന്നുണ്ട് അല്ലെ, നമ്മൾ പറയുന്നതൊക്കെ കേൾക്കണ്ട്. ഈ 90,000 രൂപ ജോണ് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിലേക്ക് എടുത്തു വെച്ചു. ഇനി എന്താ പറയണേ, അടുത്ത സ്റ്റെപ്പ്, ജോൺ ഷുഡ് ഫൈൻഡ് ഔട്ട് ദി കോമൺ ക്രെഡിറ്റ്. ഇതിൽ കോമൺ ക്രെഡിറ്റ് കണ്ടുപിടിക്കണം. സാറേ ഞാൻ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് സാറേ, ആ 36,000 രൂപ സാറിന് ഞാൻ അന്ന് തന്ന ആ 36,000 രൂപയാണ് ഇതിൽ കോമൺ ക്രെഡിറ്റ്, ഞാൻ ഇതൊക്കെ കണ്ടുവച്ചിട്ടുണ്ട് എന്ന് പറയും. ശരി, ഇനി എന്താ ചെയ്യേണ്ടത്, ഈ 36,000-ല് ഇന്നെലിജിബിൾ ആയ ക്രെഡിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഈ 36,000 രൂപയില് ജോണിന് എടുക്കാൻ പറ്റാത്ത ക്രെഡിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും, അതിനാണ് സാർ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കണമെന്ന് ജോൺ പറയണം. ശരി, ഞാൻ പറഞ്ഞുതരാം. ആദ്യം ITC പ്രൊപ്പോർഷനേറ്റ് ടു എക്സം സപ്ലൈ കണ്ടുപിടിക്കണം. ഈ 36,000-ല് ഞാൻ എത്ര രൂപയുടെ ITC എക്സം സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് വൈൻ ബോട്ടിൽ വിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ എത്ര രൂപയുടെ ITC ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആക്ട് പറയുന്നു, നിങ്ങൾ ടേൺ ഓവർ ബേസിസിൽ അപ്പോർഷൻ ചെയ്തോളൂ. ടേൺ ഓവർ ബേസിസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാ, 5 ലക്ഷം രൂപയ്ക്ക് എക്സം സപ്ലൈ ചെയ്യുന്നുണ്ട്, 5 ലക്ഷം രൂപയ്ക്ക് ടാക്സബിൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോ 5/10 ചെയ്താൽ എക്സം സപ്ലൈയുടെ റേഷ്യോ എത്രയാണെന്ന് അറിയാൻ പറ്റും അല്ലെ. അപ്പൊ ഇവിടെ 36,000-ന് 5/10 ചെയ്തപ്പോ 18,000 കിട്ടി. 18,000 എന്താണ്, എക്സം സപ്ലൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ക്രെഡിറ്റ് ആണ്. അപ്പൊ ആ 18,000 എന്ത് ചെയ്യണം, ഇന്നെലിജിബിൾ ആണ്, എടുക്കാൻ പറ്റില്ല. അടുത്തത് നോൺ ബിസിനസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു എന്ന് പറയുന്നുണ്ട് അല്ലെ. നോൺ ബിസിനസിന് എത്ര പ്രൊപ്പോർഷൻ ആണ് എന്ന് അറിയണം. അപ്പൊ ആക്ട് പറയുന്നു, ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു വഴിയില്ല അല്ലെ. നോൺ ബിസിനസിന് വേണ്ടി ഞാൻ എത്ര ശതമാനം യൂസ് ചെയ്ത്, ബിസിനസിന് വേണ്ടി ഞാൻ എത്ര ശതമാനം യൂസ് ചെയ്തെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല, കാരണം അവിടെ ഒരു റേഷ്യോ ഇല്ല. അപ്പൊ ആക്ട് പറയുന്നു, ഇൻപുട്ട് അല്ലെങ്കിൽ ഇൻപുട്ട് സർവീസിന്റെ കേസിൽ നോൺ ബിസിനസിന് വേണ്ടിയിട്ട് നിങ്ങൾ 5% യൂസ് ചെയ്തു ഡീം ചെയ്തോളൂ. അതായത് എത്രയോ ആയിക്കോട്ടെ, 5% നിങ്ങൾ നോൺ ബിസിനസിന് വേണ്ടി യൂസ് ചെയ്തുള്ളൂ എന്ന് ഡീം ചെയ്തോളൂ എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ ITC പ്രൊപ്പോർഷനേറ്റ് ടു നോൺ ബിസിനസിനെ എന്താക്കി, 36,000-ന്റെ 5% കണ്ടുപിടിച്ച് 1,800 രൂപ നോൺ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തതെന്ന് കണ്ടുപിടിച്ചു. അങ്ങനെ ഈ 18,000-ഉം 1,800-ഉം കൂടിയിട്ട് 19,800 നമുക്ക് കിട്ടി. എന്താണ് ഈ 19,800? ഒന്നുമല്ല, നമ്മുടെ ഇൻഎലിജിബിൾ ക്രെഡിറ്റ്, അതായത് ജോണിന് എലിജിബിലിറ്റി ഇല്ലാത്ത ക്രെഡിറ്റ്. അപ്പൊ ഈ എലിജിബിലിറ്റി ഇല്ലാത്ത ക്രെഡിറ്റ് എന്ത് ചെയ്യണം, റിവേഴ്സ് ചെയ്യണം, തിരിച്ചു കൊടുക്കണം. ആദ്യം നമ്മൾ 90,000 രൂപ അവൈൽ ചെയ്തു അല്ലെ, മുഴുവൻ ക്രെഡിറ്റ് അവൈൽ ചെയ്തു. ഈ 90,000-ൽ 19,800 രൂപ ഇൻഎലിജിബിൾ ക്രെഡിറ്റും ബാക്കി എലിജിബിൾ ക്രെഡിറ്റും ആണ്. അപ്പൊ ഇൻഎലിജിബിൾ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നിങ്ങൾ തിരിച്ചു കൊടുത്തോളൂ എന്ന് പറയാണ്. ഇതാണ് റൂൾ 42. ഇത്രയും സിമ്പിൾ ആണ് റൂൾ 42. ഇത്രയും സിമ്പിൾ ആണ് റൂൾ 42. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. അതിനുശേഷം നമ്മൾ റൂൾ 43 വളരെ എളുപ്പമാണ് ഇനി, കാരണം 42 പഠിച്ചു കഴിഞ്ഞാൽ അതുമായിട്ട് സാമ്യമാണ് 43. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത്രയും സിമ്പിൾ ആയ ഒരു കാര്യമാണ്, പലരും പഠിക്കാതെ സ്കിപ്പ് ചെയ്ത് പോകുന്നത്. ജീവിതത്തിൽ ഒരു പോയിന്റിലും അറിയാത്തവരുണ്ട്, ഒരു പോയിന്റിലും പഠിക്കാത്തവരുണ്ട്. റൂൾ 42, 43 പല പ്രൊഫഷണൽസിന് എനിക്കറിയാം, പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഇത് എടുക്കില്ല. അപ്പൊ ഇത്രയും സിമ്പിൾ ആണത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം.
എന്താന്ന് നോക്കാം. ഇത് മനസ്സിലായോ എല്ലാവർക്കും? അതോ മനസ്സിലാവാത്ത കാരണം കൊണ്ടാണോ എനിക്ക് ഡൗട്ട് വരാത്തത്? 5% മനസ്സിലായില്ല എന്ന് പറയുന്നത്. 5% മനസ്സിലാവണ്ട, ഒന്നുമില്ല. നോൺ ബിസിനസിന് യൂസ് ചെയ്തത് പ്രപ്പോർഷൻ നമുക്ക് അറിയില്ല. അപ്പൊ ആക്ട് പറയുന്നു അത് 5% കണ്ടോളിൻ. മൊത്തം 100%-ലെ 5% ആണ് നിങ്ങൾ നോൺ ബിസിനസിന് യൂസ് ചെയ്തതെന്ന് അങ്ങോട്ട് വിചാരിച്ചോളിൻ, ഡീം ചെയ്തോളിൻ എന്നാണ് പറയുന്നത്. ഇറ്റ്സ് എ ഡീമിംഗ് പ്രൊവിഷൻ ആക്ച്വലി. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കണം കേട്ടോ. നിങ്ങൾ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ എനിക്ക് രണ്ടും വിചാരിക്കാം, മനസ്സിലായിട്ടില്ല എന്ന് വിചാരിക്കാം, മനസ്സിലായി എന്ന് വിചാരിക്കാം. എന്താണെന്നറിയില്ല. എക്സം സപ്ലൈയുടെ അസ്യൂമിംഗ് അല്ല 5%. എക്സം സപ്ലൈ ടേൺ ഓവർ നമ്മുടെ കയ്യിലുണ്ട്. ആ ടേൺ ഓവർ വെച്ചിട്ട് നമുക്ക് പ്രൊപ്പോർഷനേറ്റ് ചെയ്യാം. നോൺ ബിസിനസിന്റെ അസംഷൻ ആണ്, നോൺ ബിസിനസിന്റെ ഡീമിംഗ് പ്രൊവിഷൻ ആണ് 5%. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അടുത്ത ഏരിയ ഓഫ് ഡിസ്കഷനിലേക്ക് കിടക്കാം. നമുക്ക് റൂൾ 43 കൂടി കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിന്റെ മെയിൻ കണ്ടന്റ് കഴിഞ്ഞു. ഈ ചാപ്റ്ററിന്റെ പകുതിയും കഴിഞ്ഞു റൂൾ 43 കഴിഞ്ഞു. പിന്നെ ആകെയുള്ള സെക്ഷൻ 17.5-ഉം 17.4-ഉം 5-ഉം പിന്നെ 18 ആണ്. കുട്ടി പ്രൊവിഷൻ ആണ് അത്. 17.5 വലിയ പ്രൊവിഷൻ ആണെന്നൊക്കെ വിചാരിക്കെങ്കിലും വളരെ സിമ്പിൾ ആയ പ്രൊവിഷൻ ആണ്, നമ്മളത് പെട്ടെന്ന് തീർക്കും. ഓക്കെ, റൂൾ 43 എന്താ പറയുന്നത്? മാനർ ഓഫ് അവൈൽമെന്റ് ഓഫ് ITC വിത്ത് റെസ്പെക്ട് ടു ക്യാപിറ്റൽ ഗുഡ്സ്. അവിടെ നമ്മൾ ഇൻപുട്ടിന്റെ കേസും പറഞ്ഞു, ഇൻപുട്ട് സർവീസ് മേടിച്ചുള്ള കേസും പറഞ്ഞു അല്ലെ. കൺസൾട്ടൻസി സർവീസ് ഒരു ഇൻപുട്ട് സർവീസ് ആയിരുന്നു, ബാക്കി ഗുഡ്സ് ഒക്കെ ഒരു ഇൻപുട്സ് ആയിരുന്നു. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാപിറ്റൽ ഗുഡ്സിന്റെ കേസിൽ ഇനി അതെങ്ങനെയാണ് വരിക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഇവിടെ മെസ്സേജ് വന്നത് 90,000-ൽ നിന്നാണോ 19,800 കുറയ്ക്കേണ്ടത്? യെസ്, 90,000-ൽ നിന്ന് 19,800 കുറയ്ക്കാം. വാട്ട് അബൌട്ട് വെൻ നോൺ എക്സാക്ട് ഫോർ നോൺ ബിസിനസ് എന്ന് ചോദിക്കേണ്ടത്. അതായത് നോൺ ബിസിനസ്സിനാണെന്ന് എക്സ്ക്ലൂസീവ്ലി അറിഞ്ഞ എന്ത് ചെയ്യണം? ഞാൻ ഓൾറെഡി പറഞ്ഞു, എക്സ്ക്ലൂസീവ്ലി നോൺ ബിസിനസ്സിനാണെങ്കിൽ എൻറ്റയർ ITC ഇൻഎലിജിബിൾ. ഇങ്ങനെ ഒരു ഡൗട്ട് വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ 40 to 43 വരുള്ളൂ. കോമൺ ക്രെഡിറ്റിന്റെ ഒരു ഡൗട്ട് വരുമ്പോൾ മാത്രം. എക്സ്ക്ലൂസീവ്ലി നിങ്ങൾക്ക് അറിയാതെ നോൺ ബിസിനസ്സിനാണെന്നുണ്ടെങ്കിൽ എടുക്കാൻ പാടില്ല. ആൻഡ് ഹൗ ടു ഫൈൻഡ് ടോട്ടൽ എലിജിബിൾ ITC. അത് ഇൻഎലിജിബിൾ ITC കുറച്ചു കഴിഞ്ഞാൽ ബാക്കി എന്താണോ ഉള്ളത് അത് എലിജിബിൾ ആണ്. ഗോട്ട് ഇറ്റ്. ഇതിലെ ആക്ട് വേറൊരു കടുങ്കൈ കൂടി നമ്മളോട് ചെയ്തിട്ടുള്ളത്, ഇതൊക്കെ കണ്ടുപിടിക്കാൻ കുറെ ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. T1, T2, T3, T4 എന്നൊക്കെ പറഞ്ഞിട്ട്. വെറും പ്രഹസനാണത്. അതിന്റെ പിന്നിൽ നടക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. അതായത് ഇതാണ് അതിന്റെ പിന്നിൽ നടക്കുന്ന സംഭവം. അത് കണ്ടുപിടിക്കാൻ വേണ്ടി കുറെ T1, T2, T3 ഒക്കെ കൊടുക്കുമ്പോൾ ഓരോന്നിനും പേര് കൊടുക്കുന്നു എന്നുള്ളൂ. എക്സം സപ്ലൈക്ക് ഒരു പേര്, ടാക്സോൾ സപ്ലൈക്ക് ഒരു പേര്, നോൺ ബിസിനസിന് ഒരു പേര്. ഈ പേരൊന്നും കൊടുത്തില്ലെങ്കിൽ കൂടെ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തി ചെയ്യാൻ പോകുന്ന പണി ഇതാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ലെറ്റർ കൊണ്ട് മാത്രം പലർക്കും കൺഫ്യൂഷൻ വരും. എനിക്കൊന്നും എന്റെ ജീവിതത്തിൽ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് ഈ എക്സും വൈയും. അതേപോലെ കുറെ ലെറ്ററുകൾ കാണുമ്പോഴേ ഞാൻ വിചാരിക്കും ഇത് പഠിക്കേണ്ട, ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ആ ലെറ്റർ നോക്കുക വേണ്ട, അതിന്റെ പിന്നിൽ നടക്കുന്ന കളി എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. ഗോട്ട് ഇറ്റ്. അപ്പൊ ക്യാപിറ്റൽ ഗുഡ് മേടിച്ച് എന്ത് സംഭവിക്കും നോക്കാം. എന്ത് സംഭവിക്കും? ജോൺ ഹാസ് പർച്ചേസ്ഡ് എ മെഷീനറി. ഒരു ക്യാപിറ്റൽ ഗുഡ് മേടിച്ചു ജോൺ. ഓക്കെ, ക്യാപിറ്റൽ ഗുഡ് ആണ് മെഷീനറി. ഇൻ ദ മന്ത് ഓഫ് ജൂൺ 20 worth rupees 2 lakhs. 2 ലക്ഷം രൂപയുള്ള ഒരു മെഷീനറി മേടിച്ചു ജൂൺ മാസത്തില്. 36,000 രൂപയാണ് ITC. 36,000 ITC ഉണ്ട്, GST ഉണ്ട്. ഇത് എടുക്കാൻ പറ്റൂല എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, പറയാം. ഇത് യൂസ്ഡ് ഫോർ സപ്ലൈയിങ് ബോത്ത് ടാക്സബിൾ ആസ് വെൽ ആസ് എക്സം. ഈ മെഷീനറി ജോണ് ടാക്സബിൾ സപ്ലൈ നടത്താൻ ഉപയോഗിക്കുന്നുണ്ട്, എക്സം സപ്ലൈ നടത്താൻ ഉപയോഗിക്കുന്നുണ്ട്. ദൈവമേ, പെട്ടു. വീണ്ടും മറ്റൊന്നും കയറി വന്നു, കോമൺ ക്രെഡിറ്റ് അല്ലെ. ഇവിടെ പിന്നെയും പെട്ടു. ഇത് ടാക്സബിളിന് മാത്രമാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പേടിയില്ല, മൊത്തം എടുക്കാം. എക്സംറ്റിന് മാത്രമാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു പേടിയില്ല, മൊത്തം എടുക്കാം. ഇവിടെ വീണ്ടും ആ കോമൺ ക്രെഡിറ്റ് വന്നു. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റെപ്പ് 1, ജോൺ വന്നു. സാർ പറഞ്ഞു തരണം സാർ, എന്ത് ചെയ്യണം സാർ എന്ന് ചോദിച്ചിട്ട് വന്നു. അപ്പൊ ജോണിനോട് നമ്മൾ പറയണേ, സ്റ്റെപ്പ് 1 എന്താണ് ചെയ്യേണ്ടത്? അവൈൽ ഫുൾ ITC ഇൻ ദ മന്ത് ഓഫ് ജൂൺ. ഈ ഒരു കാര്യം ചെയ്യാം, ആദ്യം മൊത്തം ITC അവൈൽ ചെയ്തു. 36,000 അവൈൽ ചെയ്തു എന്ന് പറയണം. ജോൺ ആച്ചാലോ നമ്മൾ പറയുന്നത് മൊത്തം കേൾക്കുന്ന ഒരു വ്യക്തിയാണ്. ജോൺ അവൈൽ ചെയ്തു, 36,000 അവൈൽ ചെയ്തു.
സ്റ്റെപ്പ് 2 എന്താ പറയണേ? കമ്പ്യൂട്ട് ITC ഫോർ 1 month. ഈ 36,000 ഒരു മാസത്തേക്കുള്ള ക്രെഡിറ്റ് കണ്ടുപിടിക്കാൻ. ഒരു മാസത്തേക്കുള്ള ക്രെഡിറ്റ് അതെങ്ങനെ കണ്ടുപിടിക്കാൻ? അവിടെയാണ് വേറൊരു പുള്ളി കയറി വരുന്നത്. ഈ ക്യാപിറ്റൽ ഗുഡ്സിന്റെ കേസിൽ മാത്രം നമ്മൾ ഒരു കാര്യം കൂടി അസ്യൂം ചെയ്യും, ഒരു കാര്യം കൂടി ഡീം ചെയ്യും. എന്താണ് ആ ഒരു കാര്യം? ഒരു ക്യാപിറ്റൽ ഗുഡ് മേടിച്ചാൽ ആ ക്യാപിറ്റൽ ഗുഡിന്റെ യൂസ്ഫുൾ ലൈഫ് 5 കൊല്ലാണ് എന്നാണ് GST ആക്ട് പറയുന്നത്. ഇത് അക്കൗണ്ടിങ്ങുമായിട്ട് നിങ്ങൾ കൂട്ടിക്കുഴയ്ക്കരുത് കേട്ടോ. GSTയുടെ പർപ്പസിന് വേണ്ടി മാത്രം ഒരു ക്യാപിറ്റൽ ഗുഡിന്റെ യൂസ്ഫുൾ ലൈഫ് 5 years ആണെന്ന് പറയുന്നു. ഓക്കെ, 5 years എന്ന് പറഞ്ഞാൽ എത്ര മാസം ഉണ്ട്? 60 മാസം അല്ലെ? അപ്പൊ ഇന്ന് ഞാനൊരു ക്യാപിറ്റൽ ഗുഡ് മേടിച്ചാൽ അതിന്റെ മുകളിലുള്ള ITCനെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് ഒരു മാസത്തെ എലിജിബിൾ ക്രെഡിറ്റ് എത്രയെന്ന് കിട്ടും അല്ലെ? ഒരു മാസത്തെ ക്രെഡിറ്റ്. അതിന് ഞാൻ എന്ത് ചെയ്തു? ജോണ് 36,000 എന്ന് പറഞ്ഞപ്പോൾ 36,000നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 600 എന്ന് പറയുന്ന ഒരു വാല്യൂലേക്ക് എത്തി. ഈ 600 എന്താ? ഒരു മാസത്തെ ക്രെഡിറ്റ്. ഗോട്ട് ഇറ്റ്? ഇനി 600 എന്ത് ചെയ്യണം? 600 കമ്പ്യൂട്ട് ഇൻഎലിജിബിൾ പോർഷൻ ഓഫ് ITC എന്ന് പറയുന്നുണ്ട്. ആദ്യം 36,000 എടുത്തു, അതിൽ ഒരു മാസത്തെ ക്രെഡിറ്റ് ആയ 600 കണ്ടുപിടിച്ചു. ഈ 600 എക്സം സപ്ലൈക്ക് ഉപയോഗിച്ച ക്രെഡിറ്റ് കണ്ടുപിടിച്ചാൽ ആ ഒരു മാസത്തെ ഇൻഎലിജിബിൾ ക്രെഡിറ്റ് നമുക്ക് കിട്ടും. മൊത്തം ഇൻഎലിജിബിൾ ക്രെഡിറ്റ് ഇല്ല, ആ ഒരു മാസത്തെ ഇൻഎലിജിബിൾ ക്രെഡിറ്റ് നമുക്ക് കിട്ടും. അപ്പോ എക്സം സപ്ലൈ ടു ടോട്ടൽ സപ്ലൈയുടെ റേഷ്യോ എത്രയാണ്? നേരത്തെ പറഞ്ഞ പോലെ 5/10 ആണ് അല്ലെ? ആ റേഷ്യോയിൽ 600നെ ഡിവൈഡ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു 300 രൂപയുടെ ക്രെഡിറ്റ് ഈ മാസത്തെ എക്സം സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ മാസത്തെ ജൂൺ മാസത്തെ എക്സം സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ആ 300 എന്താണ്? ഇറ്റ്സ് ആൻ ഇൻഎലിജിബിൾ ക്രെഡിറ്റ് അല്ലെ? അത് നമുക്ക് ഇൻഎലിജിബിൾ ആണ്, അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? ആ 300 രൂപ റിവേഴ്സ് ചെയ്യണം, 300 രൂപ തിരിച്ചു കൊടുക്കണം. അതായത് ജൂൺ മാസത്തിൽ നിങ്ങൾ ഇൻഎലിജിബിൾ ആയ 300 രൂപ എടുത്തിട്ടുണ്ട്, ആ 300 രൂപ തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുത്താൽ മാത്രം മതിയോ? ഇതേ പ്രോസസ്സ് 60 മാസവും റിപ്പീറ്റ് ചെയ്യണം. ഇതേ പ്രൊസീജിയർ 60 മന്ത്സിന് റിപ്പീറ്റ് ചെയ്യണം. ഓരോ മാസത്തെയും എക്സം സപ്ലൈയുടെ ടേൺ ഓവർ എടുത്തിട്ട് ആ പ്രപ്പോർഷൻ തിരിച്ച് റിവേഴ്സ് ചെയ്യണം. ഓരോ മാസവും 60 മാസത്തിന് ചെയ്യണം. സ്റ്റെപ്പ് 5, എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഏതെങ്കിലും മാസം നിങ്ങൾ കൊടുക്കാൻ ഉണ്ടാവുകയാണെങ്കിൽ ഒബ്വിയസ്ലി വരുമല്ലോ. കാരണം 36,000 ആദ്യം എടുത്തു വെച്ചു ഈ ചങ്ങാതി, ആദ്യം എടുത്തു വെച്ച സ്ഥിതിക്ക് ഇനി ഓരോ മാസം റിവേഴ്സ് ചെയ്യുമ്പോഴും അപ്പൊ നമ്മൾ എന്താണ് ചെയ്യണേ? എടുക്കാൻ പറ്റാത്ത ക്രെഡിറ്റ് നമ്മൾ മുൻകൂട്ടി എടുത്തതിന്റെ ഇൻട്രസ്റ്റ് കൂടി തിരിച്ചടയ്ക്കണം. അങ്ങനെയാണ് ക്യാപിറ്റൽ ഗുഡിന്റെ കേസിൽ പറയുന്നത്. ഇനി ഈ റൂൾ അപ്ലിക്കബിൾ ആവാത്തൊരു കേസ് ഉണ്ട്. ഈ റൂൾ എന്ന് പറഞ്ഞാൽ ഈ 60 മാസം ചെയ്യണം എന്ന് പറയുന്ന അപ്ലിക്കബിൾ ആവാത്തൊരു കേസ് ഉണ്ട്. ഞാൻ ബിസിനസ് ചെയ്യണതിന്റെ ഇടയിൽ വെച്ചിട്ട് ഈ പ്രൊഡക്റ്റ് ഞാൻ വിറ്റു എന്ന് വിചാരിക്കും, ഈ മെഷീനറി ഞാൻ വിറ്റു എന്ന് വിചാരിക്കാം. പിന്നെ എനിക്ക് 60 മാസം കഴിയുന്നവരെ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ? എപ്പോഴാണ് വിൽക്കുന്നത്, ആ വിൽക്കുന്ന പോയിന്റിൽ ബാക്കിയുള്ള എത്രയാണോ ക്രെഡിറ്റ് അത് മൊത്തം റിവേഴ്സ് ചെയ്താൽ മതി. ഈ പെട്ടെന്ന് ബിസിനസ് ഒരു ഡിസംബർ ഒക്കെ ആയപ്പോൾ എക്സം സപ്ലൈ നിർത്തിയിട്ട് ഞാൻ ടാക്സബിൾ സപ്ലൈ മാത്രമേ ചെയ്യുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പൊ ടാക്സബിൾ സപ്ലൈ ചെയ്യുന്ന ബാക്കി മാസങ്ങൾ മൊത്തം ഇതെനിക്ക് മൊത്തം എലിജിബിൾ ആണ്, അപ്പോഴും ഞാൻ ഈ പരിപാടി ചെയ്യേണ്ട ആവശ്യമില്ല. ഗോട്ട് ഇറ്റ്? ഇതാണ് ക്യാപിറ്റൽ ഗുഡിന്റെ റൂൾ 43. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. 42, 43 കഴിഞ്ഞു. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ മേജർ കണ്ടന്റ് കഴിഞ്ഞു. എല്ലാവർക്കും നൈറ്റ് മെയർ ആയ 42, 43 നമ്മൾ തീർത്തു കഴിഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളുടെ സീനിയേഴ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യാം, നിങ്ങളുടെ പ്രൊഫഷണൽ ക്വാളിഫൈഡ്സിന് അറിയുന്ന ക്വാളിഫൈഡ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യാം. റൂൾ 42, 43 അറിയോ? എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അടുത്ത നമ്മൾ സെക്ഷൻ 17(4) ആണ് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, സെക്ഷൻ 17(4) എന്താ പറയുന്നത്? സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ അവൈൽമെന്റ് ഓഫ് ITC ബൈ ബാങ്കിങ് കമ്പനി ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇവിടെ ITCയുടെ ചാപ്റ്ററിൽ ബാക്കി എല്ലാവർക്കും കിട്ടാത്ത ഒരു പ്രിവിലേജ് ബാങ്കിങ് കമ്പനിക്കും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും കൊടുക്കുന്നുണ്ട്. ബാങ്കിങ് കമ്പനിയും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് അറിയാം, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയൊക്കെ അതിൽ പെടും. അങ്ങനെ ബാങ്കുകൾക്ക് മാത്രം എന്തിനാ ഒരു പ്രത്യേക നിയമം കൊടുക്കണം എന്നുള്ളൊരു സംശയം വരാം ഇല്ലേ? അതിനുള്ള ഉത്തരമുണ്ട്. ബാങ്കുകൾ ചെയ്യുന്ന പ്രധാന ബിസിനസ് എന്ന് പറയുന്നത് ലെൻഡിങ്, ലോൺ, അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന പരിപാടികളാണ്. അവർ ചെയ്യുന്ന മേജർ ബിസിനസ്സും എക്സം സപ്ലൈ ആണ്. അതൊരു കാര്യം.
പിന്നെ അവർക്ക് ഒരു ദിവസം തന്നെ n നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് ആണ്. 10,000 20,000 ട്രാൻസാക്ഷൻസ്. ഒരു ബാങ്കിൽ ഒരു ദിവസം എത്ര പേര് വന്നിറങ്ങും നമുക്കറിയാം അല്ലെ. അപ്പൊ ഓരോ ട്രാൻസാക്ഷന്റെ മുകളിലൊക്കെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലത്തെ 42 43 ഒക്കെ അപ്ലൈ ചെയ്യാൻ നിന്നാ മനുഷ്യന്റെ ഉപ്പാട് ഇളകി പോകും അല്ലെ. അത്ര ഡിഫിക്കൽട്ട് ആയിരിക്കും. അതുകൊണ്ടാണ് അവർക്ക് 2 ഓപ്ഷൻ കൊടുക്കുന്നത്. ഒന്നെന്താണ്, അവൈൽ പ്രപ്പോർഷനേറ്റ് ITC, അതായത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ 42 43 ഒക്കെ വെച്ചിട്ട് നേരാവണ്ണം കണക്ക് പ്രകാരം നിങ്ങൾ ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, അവൈൽ 50% ഓഫ് എലിജിബിൾ ITC. അതായത് നിങ്ങൾക്ക് എത്രയാണോ എലിജിബിൾ ITC ഉള്ളത് അതിന്റെ 50% അവൈൽ ചെയ്യുക, ബാക്കി 50% മറക്കുക. അതായത് ഇപ്പൊ 1 ലക്ഷം രൂപയാണ് നമ്മുടെ എലിജിബിൾ ITC എന്ന് വിചാരിക്കുക, ബാങ്കിന്റെ എലിജിബിൾ ITC എന്നുണ്ടെങ്കിൽ അതിൽ 50,000 എടുത്തിട്ട് മിണ്ടാണ്ടിരിക്കുക, ബാക്കി 50,000 പൊക്കോട്ടെ എന്ന് വിചാരിക്കുക. ഈ കണക്ക് കൂട്ടേണ്ട ആവശ്യമില്ല, 42 43 നോക്കേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. ചിലപ്പോൾ നമ്മുടെ എലിജിബിൾ ITC 60,000 ആയിരിക്കാം, എന്നാലും 50,000 കിട്ടും. ചിലപ്പോൾ നമ്മുടെ എലിജിബിൾ ITC 30,000 ആയിരിക്കാം, എന്നാലും 50,000 കിട്ടും. ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട് റിമൈനിങ് 50% ITC will lapse. Option 1 exercised cannot be withdrawn during remaining part of the year. ഈ ഓപ്ഷൻ ബാങ്കുകൾ ഒരു തവണ എടുത്താൽ ആ കൊല്ലം മൊത്തം ഈ ഓപ്ഷൻ തന്നെ എടുക്കണം. This provision will not apply on supplies made to distinct person. അതായത് ഒരു ബാങ്ക് തന്നെ അവരുടെ രജിസ്ട്രേഷൻ തന്നെ എടുത്ത വേറെ ബാങ്കിന്റെ ബ്രാഞ്ച് ഉണ്ടെങ്കിൽ, അതായത് അതേ ബാങ്കിന്റെ തന്നെ വേറെ ബ്രാഞ്ച് ഉണ്ടെങ്കിൽ അവർക്ക് നടത്തുന്ന ട്രാൻസാക്ഷൻസ് ഇല്ലേ, ആ ട്രാൻസാക്ഷൻസിന്റെ മുകളിൽ ഈ റൂള് വരില്ല. ആ ട്രാൻസാക്ഷൻസിന്റെ മുകളിലുള്ള ക്രെഡിറ്റ് ആ 42 43 വെച്ചിട്ട് തന്നെ ചെയ്യണം എന്നാണ് ആക്ട് പറയുന്നത്. അപ്പൊ 17(4) ഇത്രയും സിമ്പിൾ ആണ്. 17(4) ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. സെക്ഷൻ 17(5) ഒരു ഇൻട്രോ ഞാൻ തരാം. ഈ ഇൻട്രോയിൽ ഇങ്ങനെയാണ് പറയുന്നത്, നമുക്ക് ചില ഐറ്റത്തിന്റെ മുകളിൽ ITC എടുക്കാൻ പറ്റില്ല എന്ന് ആക്ട് പറയുന്നത്. അങ്ങനെ പറ്റില്ല എന്ന് ആക്ട് പറയുന്ന ഐറ്റംസിനെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് സെക്ഷൻ 17(5)ലാണ്. നമ്മൾ വർക്കൊക്കെ ചെയ്യാൻ തുടങ്ങി 17(5) വായെന്ന് പോവില്ല. 17(5) ആയിട്ടല്ലേ, ഇത് 17(5) ആയിട്ടല്ലേ, അത് 17(5) ആയിട്ടല്ല, ഇത് 17(5) ആയിട്ടാണ് എന്ന് പറഞ്ഞ് 17(5) എന്ന് ഇങ്ങനെ വായിൽ വന്നുകൊണ്ടേ ഇരിക്കും നമുക്ക്. അപ്പൊ 17(5)ന്റെ ലിസ്റ്റിൽ വന്നാൽ, അല്ലെങ്കിൽ ബ്ലോക്കഡ് ക്രെഡിറ്റിന്റെ ലിസ്റ്റിൽ വന്നാൽ നിങ്ങൾ അതിന് എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ആ സാധനം അല്ലെങ്കിൽ ആ സർവീസ് മേടിച്ചതിന്റെ മുകളിലുള്ള ക്രെഡിറ്റ് ഇന്നെലിജിബിൾ ആയിരിക്കും, നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. അതിൽ ആദ്യം വരുന്ന ഐറ്റം എന്താണ്? അതിൽ ആദ്യം വരുന്ന ഐറ്റാണ് മോട്ടോർ വെഹിക്കിൾ. മോട്ടോർ വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബൈക്ക് മാത്രം ആലോചിക്കേണ്ട, മോട്ടറിൽ ഓടുന്ന ഏത് വെഹിക്കിളും, മോട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഓടുന്ന എല്ലാ വെഹിക്കിളും. അതായത് ഇപ്പൊ ഞാനൊരു CFM നടത്തുകയാണ്, എനിക്ക് വേണമെങ്കിൽ ഒരു കാർ മേടിക്കാം അല്ലെ. എന്തിനാ? എന്റെ ആർട്ടിക്കിൾസിനെ വീട്ടിൽ കൊണ്ടുവിടാൻ, എന്റെ ആർട്ടിക്കിൾസിനെ ഡെയിലി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവിടാൻ എനിക്ക് വേണമെങ്കിൽ ഒരു കാർ മേടിക്കാം. എന്റെ ബിസിനസ് പർപ്പസ് ആണ് അല്ലെ. അങ്ങനെ ആ കാർ ഞാനൊരു 6 ലക്ഷം 7 ലക്ഷം ഒക്കെ കൊടുത്ത് മേടിച്ചു. അതിന്റെയൊക്കെ മുകളിലുള്ള ക്രെഡിറ്റ് തന്നെ എത്ര ഒരു 2 ലക്ഷം 3 ലക്ഷം ഒക്കെ ക്രെഡിറ്റ് തന്നെ വരാം. ആ ക്രെഡിറ്റ് എനിക്ക് ITC ആയിട്ട് എടുക്കാൻ പറ്റും. വലിയ ക്രെഡിറ്റ് അല്ലേ, വലിയ എമൗണ്ട് ആണ് ക്രെഡിറ്റ്. ആ ക്രെഡിറ്റ് എനിക്ക് ITC ആയിട്ട് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിനെ ഇവര് 3 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു മോട്ടോർ വെഹിക്കിളിനെ 3 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, ട്രാൻസ്പോർട്ടിങ് ഗുഡ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മോട്ടോർ വെഹിക്കിൾ. ഏതൊക്കെയാണത്? ലോറി, ട്രക്ക്, ഇതൊക്കെ അല്ലെ. 2, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പേഴ്സൺസിന് വേണ്ടി യൂസ് ചെയ്യുന്ന മോട്ടോർ വെഹിക്കിൾ, കാറ്, ബൈക്ക്, അതൊക്കെ ട്രാൻസ്പോർട്ടിങ് പേഴ്സൺസിന് വേണ്ടി യൂസ് ചെയ്യുന്ന മോട്ടോർ വെഹിക്കിൾ. 3, വെസൽസ് ആൻഡ് എയർക്രാഫ്റ്റ്, അതായത് ഷിപ്പുകൾ, വിമാനങ്ങൾ. ഇങ്ങനെ 3 കാറ്റഗറിയാണ് ഉള്ളത്. അതിലത്തെ ആദ്യത്തെ കാറ്റഗറി വളരെ എളുപ്പമാണ്. നിങ്ങൾ ആ ടെർമിനോളജികൾ കണ്ടിട്ടും ആക്ട് കണ്ടിട്ടും ഒന്നും കൺഫ്യൂസ്ഡ് ആവണ്ട, വളരെ എളുപ്പമാണത്. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ITC എലിജിബിൾ ആണ്. അതായത് ഞാൻ എന്റെ ചാർട്ടേഡ് അക്കൗണ്ടൻസി ഫേമിലേക്ക് മേടിക്കുന്ന ഒരു ട്രക്കില് ഫയലുകൾ എന്റെ ചാർട്ടേഡ് അക്കൗണ്ടൻസി ഫേമിൽ നിന്നും ക്ലയന്റിന്റെ സ്ഥാപനത്തിലേക്ക് ഫയലുകൾ കൊണ്ടുപോകാനൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ക്രെഡിറ്റ് എടുത്തോ. ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ക്രെഡിറ്റ് എടുത്തോ. അത് ഇത്രയും പറയാനുള്ളൂ. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സിന് വേണ്ടിയിട്ടാണോ ഞാനിത് യൂസ് ചെയ്യുന്നത്? ക്രെഡിറ്റ് ഈസ് എലിജിബിൾ. വാട്ട് ഇറ്റ്. അടുത്തത് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പേഴ്സൺ. ഞാൻ ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതായത് പേഴ്സൺസിന്റെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പ്രധാനമായ ഒരു കാര്യം നോക്കേണ്ട ആവശ്യമുണ്ട്. സീറ്റിംഗ് കപ്പാസിറ്റി ആ വണ്ടിയുടെ 13 പേരിലും കൂടുതലാണോ എന്ന് നോക്കണം. അത് 13 പേരിലും കൂടുതലുള്ള വണ്ടിക്ക് ഏതൊക്കെയാ? ബസ്, ട്രാവലർ,
അല്ലെ ഇതൊക്കെ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് മേടിക്കുന്ന വെഹിക്കിളിന് 13 സീറ്റിലും കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ക്രെഡിറ്റ് എടുത്തു, ITC എലിജിബിൾ ആണ്. ഇനി 13 സീറ്റിന് താഴെയാണോ ഈ വണ്ടി, അപ്പോൾ ITC എലിജിബിൾ ആണ്, ബട്ട് കുറച്ച് കണ്ടീഷൻസ്. എന്തൊക്കെയാണ് കണ്ടീഷൻസ്? ഇഫ് സച്ച് വെഹിക്കിൾ ഈസ് സപ്ലൈഡ് ഫർദർ, അതായത് ഞാൻ മേടിക്കുന്ന ആ വണ്ടി ഞാൻ വേറെ വിൽക്കണം, അങ്ങനെ വിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമാണ് ITC എടുക്കാൻ പറ്റുള്ളൂ. 13 സീറ്റിന് കുറവാണെങ്കിൽ ഞാൻ മേടിക്കുന്ന ആ വാഹനം ഞാൻ അതേപോലെ വിൽക്കണം. മീൻസ് ഞാനൊരു വണ്ടി വിൽപ്പനക്കാരനാവണമെന്ന് സിംപ്ലി. രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? ഇഫ് സച്ച് വെഹിക്കിൾ ഈസ് യൂസ്ഡ് ഇൻ ദ ബിസിനസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ്, സച്ച് വെഹിക്കിൾ ഈസ് യൂസ്ഡ് ഇൻ ദ ബിസിനസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ്, പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷനുള്ള ബിസിനസ്സിൽ ഞാനത് യൂസ് ചെയ്തിരിക്കണം. പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷനുള്ള ബിസിനസ്സിൽ ഞാനത് യൂസ് ചെയ്തിരിക്കണം. അതായത് എന്റെ ബിസിനസ് പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കണം. ഈ കല്ലട ഒക്കെ പോലുള്ള ആൾക്കാരായിരിക്കണം ഞാൻ, കല്ലട ട്രാവൽസ് ഒക്കെ പോലുള്ള ആൾക്കാരായ 13 സീറ്റിൽ കുറവാണെങ്കിൽ ITC എടുത്തോ ചേട്ടാ. മൂന്നാമത് പറയുന്നത് എന്താ? ഇഫ് സച്ച് വെഹിക്കിൾ ഈസ് യൂസ്ഡ് ഇൻ ഡ്രൈവിംഗ് സ്കൂൾ, ഞാനൊരു ഡ്രൈവിംഗ് സ്കൂൾ നടത്തുകയാണ്, ആ ഡ്രൈവിംഗ് സ്കൂളിലെ വണ്ടിയാണ് അത് എന്നുണ്ടെങ്കിൽ ITC എടുക്കാം. ഈ 3 കേസുകളിലാണ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പേഴ്സൺസ്, സീറ്റിംഗ് കപ്പാസിറ്റി ലെസ് ദാൻ 13 പേരെ കുറവേണ ഇരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ITC എലിജിബിൾ ആവുന്ന കേസുകൾ ഈ 3 കേസുകളാണ്. ഈ 2 ലെഗിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ഷൂട്ട് ചെയ്തോ. ഒരുപാട് ഡൗട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഡൗട്ട് മൊത്തം എനിക്ക് കിട്ടണം, എന്നാലേ ഞാൻ ഹാപ്പി ആവുള്ളൂ. ഒമിനിക്ക് എത്ര സീറ്റ് ആണെന്നൊന്നും ചോദിച്ചു തരരുത്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ക്ലാസിക് ഡൗട്ടുകൾ ചോദിച്ചോളൂ പ്ലീസ്. കാരണം ഞാൻ പറഞ്ഞില്ലേ ഡൗട്ടുകൾ വരുന്നു. ഓക്കെ, ഞാൻ എന്റെ ബിസിനസ്സിലേക്ക് ഒരു കപ്പൽ മേടിക്കുകയാണ്, ഞാൻ എന്റെ ബിസിനസ്സിലേക്ക് ഒരു വിമാനം മേടിക്കുകയാണ്. വിമാനം എനിക്ക് മേടിക്കല്ല, വിജയ് മല്യക്കൊക്കെ വിമാനം ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. നമ്മുടെ തൃശ്ശൂരിലുള്ള നമ്മുടെ കല്യാണിന്റെ മുതലാളിക്ക് ഹെലികോപ്റ്റർ ഒക്കെ ഉണ്ട്. അപ്പൊ ഈ സാധനങ്ങൾക്കൊക്കെ മുകളിൽ ഞാൻ കൊടുത്ത ക്രെഡിറ്റ് എടുക്കാൻ പറ്റുമോ? ക്രെഡിറ്റ് എടുക്കാൻ പറ്റും. എപ്പോ? നേരത്തെ പറഞ്ഞ സർക്കംസ്റ്റൻസുകൾ. ഇഫ് സച്ച് വെഹിക്കിൾ ഈസ് സപ്ലൈഡ് ഫർദർ, ആ വെഹിക്കിൾ ഞാൻ അങ്ങനെ വിൽക്കുകയാണെങ്കിൽ. ഇഫ് സച്ച് വെഹിക്കിൾ ഈസ് യൂസ്ഡ് ഇൻ ദ ബിസിനസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ്, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സിന്റെ ബിസിനസ് ആണ് ഞാൻ ചെയ്യുന്നതെന്നല്ല, അതായത് നമ്മുടെ ഇൻഡിഗോ അങ്ങനത്തെ ഫ്ലൈറ്റ് കമ്പനികളാണെന്നുണ്ടെങ്കിൽ. ഇഫ് സച്ച് വെഹിക്കിൾ ഈസ് യൂസ്ഡ് ഫോർ ദി ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ്, ഗുഡ്സിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഞാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ. ഇഫ് സച്ച് വെഹിക്കിൾ ഈസ് യൂസ്ഡ് ഇൻ ഡ്രൈവിംഗ് സ്കൂൾ, ഡ്രൈവിംഗ് സ്കൂളിൽ ഞാൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഷിപ്പ് ഓടിക്കാൻ പഠിപ്പിക്കണതാണ് എന്റെ പണി എന്നുണ്ടെങ്കിൽ, അപ്പോഴൊക്കെ നമുക്ക് ക്രെഡിറ്റ് എടുക്കാം. വെസൽസ് ആൻഡ് എയർക്രാഫ്റ്റിൽ അങ്ങനെ പുതിയ പോയിന്റ് ഒന്നുമില്ല. എംപ്ലോയീസിനെ കൊണ്ടുപോയി വിടണം എന്നത് എംപ്ലോയറുടെ ബാധ്യതയാണെങ്കിൽ ക്രെഡിറ്റ് അവൈൽ ചെയ്യാൻ പറ്റില്ലേ? നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഫുഡ് ആൻഡ് ബീവറേജുമായിട്ട് ലിങ്ക് ചെയ്യുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇവിടെ അങ്ങനെ ഒരു ലൂപ്പ് ഹോള് ആക്ട് പറയുന്നില്ല. എംപ്ലോയീസിനെ കൊണ്ടുവിടണം എന്നുള്ളത് എംപ്ലോയറുടെ ഒബ്ലിഗേഷൻ ആയാൽ കൂടെ അവിടെ റെസ്ട്രിക്ഷൻ ഉണ്ട്. ആ റെസ്ട്രിക്ഷൻ ആണ് ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് പറയുന്നത്. അങ്ങനെ ആയാൽ കൂടെ എംപ്ലോയർക്ക് ക്രെഡിറ്റ് എടുക്കാൻ പറ്റില്ല. ബട്ട് ഫുഡ് ആൻഡ് ബീവറേജിന്റെ അവിടെ അത് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം, അവിടെ പറ്റും. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ഏരിയ ഓഫ് ഡിസ്കഷനിലേക്ക് പോകണം. ഞാൻ മോട്ടോർ വെഹിക്കിൾ സംസാരിച്ചു. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കാര്യം കൂടി പറയാനുണ്ട്, ഒരേ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഒബ്വിയസ്ലി ഞാൻ എന്റെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് വണ്ടി മേടിച്ചാൽ, വണ്ടി മേടിക്കൽ മാത്രമല്ല എന്റെ ചെലവ്, ഈ വണ്ടിയുടെ മുകളിൽ വരുന്ന റിപ്പയർ, ഈ വണ്ടിയുടെ മുകളിൽ വരുന്ന മെയിൻ്റനൻസ്, അതർ സർവീസുകൾ, ഈ വണ്ടിക്ക് ഞാൻ ഇൻഷുറൻസ് എടുക്കാം, അല്ലെ? അങ്ങനെ ഒരുപാട് ചെലവുകൾ എനിക്ക് ഈ വണ്ടിക്ക് വരും. അപ്പൊ അങ്ങനെ വരുന്ന ചെലവുകളുടെ മുകളിലും ഞാൻ GST പേ ചെയ്യും എന്റെ സപ്ലയർക്ക്. ഞാനിത് ഹയറിനെടുത്ത വണ്ടിയായിരിക്കാം, ഞാനിത് ലീസിനെടുത്ത വണ്ടിയായിരിക്കാം. അപ്പോ അങ്ങനത്തെയൊക്കെ കേസുകളിൽ എനിക്ക് അതിന്റെയൊക്കെ മുകളിൽ ക്രെഡിറ്റ് എടുക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. ക്രെഡിറ്റ് എടുക്കാൻ പറ്റും, പക്ഷെ ചില കേസുകളിൽ. ഏതൊക്കെയാണ് കേസ്? ഇഫ് സച്ച് വെഹിക്കിൾ, വെസൽ ഓർ എയർക്രാഫ്റ്റ് ഈസ് എലിജിബിൾ ഫോർ ITC, അതായത് ഈ റിപ്പയർ, മെയിൻ്റനൻസ്, ഇൻഷുറൻസ്, സർവീസ്, ഈ ചെലവുകളൊക്കെ ഏത് വണ്ടിയുടെ മുകളിലാണ് വന്നത്, ആ വണ്ടിയുടെ ITC നിങ്ങൾ ആദ്യം എടുത്തിട്ടുണ്ടായിരിക്കണം. അതായത് വണ്ടിയുടെ ITC എപ്പോഴൊക്കെ കിട്ടുക എന്നുള്ളത് നമ്മൾ നേരത്തെ സംസാരിച്ചു. അങ്ങനെ ആ വണ്ടിയുടെ മുകളിലുള്ള ITC നിങ്ങൾ അന്ന് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, വണ്ടി ITCക്ക് എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ, പിന്നെ അതിന്റെ മുകളിൽ എന്ത് ചെലവുകൾ വന്നാലും നിങ്ങൾ എടുത്തു, ITC എടുത്തു, ഒരു കുഴപ്പമില്ല. ഇല്ല, വണ്ടി ഇന്നെലിജിബിൾ ആയിരുന്നോ, പിന്നെ ITCയുടെ ക്വസ്റ്റ്യൻ ഇല്ല. ഇനി രണ്ടാമത്തെ കേസ് എപ്പോഴാണ് ITC എലിജിബിൾ ആവുന്ന രണ്ടാമത്തെ കേസ്?
if such taxable person is engaged in manufacture of such vehicle, vessel or aircraft. അതായത് ഏതാണോ വണ്ടി, ആ വണ്ടി ഉണ്ടാക്കുന്ന ഒരു വ്യക്തി, അതായത് മാരുതി സുസുക്കി അല്ലെങ്കിൽ അങ്ങനത്തെ കമ്പനികൾ, ഹ്യുണ്ടായി പോലുള്ള കമ്പനികളൊക്കെ ആണെങ്കിൽ ഈ റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ്, ഇൻഷുറൻസ്, സർവീസിങ്, ഹയറിംഗ്, റെന്റിംഗ് ഒക്കെ നിങ്ങൾക്ക് ITC ക്ലെയിം ചെയ്യാം. അത് ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ. ലാസ്റ്റ് ആളാരാണ്? ഇഫ് സച്ച് taxable person is engaged in the business of providing general insurance in respect of such vehicle, vessel or aircraft. ഇതിനൊരു ക്ലാസിക് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മള് സബ് ഇൻഷുറൻസിങ് എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ് ലോയിൽ പഠിച്ചിട്ടുണ്ട്. അതായത് ഞാനിപ്പോ എന്റെ വണ്ടി ഇൻഷുറൻസ് ചെയ്യാൻ പോയി, ബജാജിൽ ഇൻഷുറൻസ് ചെയ്യാൻ പോയി എന്ന് വിചാരിക്കുക. ബജാജിൽ ഇൻഷുറൻസ് ചെയ്യാൻ പോകുമ്പോൾ വണ്ടിക്ക് 5 ലക്ഷം രൂപയാണ് വാല്യൂ. 5 ലക്ഷത്തിന്റെ മുകളിലുള്ള ഇൻഷുറൻസ് അവർ ചെയ്തു. ബജാജുകാർക്ക് ഒരു പേടി, ഇയാള് ആക്സിഡന്റ് ആവാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഈ ഇൻഷുറൻസ് തുക ഞാൻ കൊടുക്കേണ്ടി വരും. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ ഇൻഷുറൻസ് വേറെ ഇൻഷുറൻസ് കമ്പനിയിൽ ക്ലെയിം ചെയ്യാം എന്ന് പറയും. അപ്പൊ ബജാജുകാർ എന്ത് ചെയ്യും? ഈ വണ്ടിയുടെ മുകളിലുള്ള ഇൻഷുറൻസ് അവർക്ക് പേടി കാരണം വേറൊരു ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ നിന്ന് ക്ലെയിം ചെയ്യും. അപ്പൊ അവിടെ എന്തായി? സബ് ഇൻഷുറൻസിങ് ആയി. അപ്പൊ ബജാജുകാര് ആ ഇൻഷുറൻസ് കമ്പനി ABC എന്ന് പറയുന്ന ആ ഇൻഷുറൻസ് കമ്പനിയുടെ അടുത്തുനിന്ന് മേടിക്കുന്ന സർവീസ് എന്താണ്? ജനറൽ ഇൻഷുറൻസ് സർവീസ് ആണ്. ശരി, എന്നിട്ട് ബജാജുകാർ കൊടുക്കുന്ന സർവീസ് എന്താണ്? അതും ജനറൽ ഇൻഷുറൻസ്. കാരണം എനിക്ക് സർവീസ് തരുന്നത് ബജാജ് ആണ്. അപ്പൊ എന്തായി? ബജാജുകാരുടെ ഔട്ട്വേർഡ് സപ്ലൈ ജനറൽ ഇൻഷുറൻസ് ആയി, ബജാജുകാരുടെ ഇൻവേർഡ് സപ്ലൈ ജനറൽ ഇൻഷുറൻസ് ആയി. ഈ കേസിൽ ABCയുടെ കയ്യിൽ നിന്ന് മേടിച്ച ജനറൽ ഇൻഷുറൻസിന്റെ മുകളിലുള്ള ക്രെഡിറ്റ് ബജാജിന് എടുക്കാം. കാരണം ബജാജുകാർ പ്രൊവൈഡ് ചെയ്യുന്ന സപ്ലൈ എന്ന് പറയുന്നത് ജനറൽ ഇൻഷുറൻസ് ആണ്, സെയിം ലൈൻ ഓഫ് ബിസിനസ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ സെക്ഷൻ 17(5) ഫസ്റ്റ് എൻട്രി, മോട്ടോർ വെഹിക്കിളിനെ കുറിച്ചുള്ള ഡിസ്കഷൻ. ഇന്ന് ഡിസ്കസ് ചെയ്ത മൊത്തം കൺസെപ്റ്റിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ഷൂട്ട് ചെയ്ത്, ഇത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാണ്ട്. മാക്സിമം ബ്രെയിൻ സ്റ്റോമിംഗ് നടത്തിക്കോ, ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചോ.